ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യ എന്നുള്ള സബ്ജക്റ്റ് അല്ല, സ്ത്രീ. ഭാര്യ തന്നെയാണ് സ്ത്രീ, പക്ഷെ അത് ഭാര്യയിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. പുരുഷനും സ്ത്രീയും, അതായത് നമ്മുടെ ഹെഡിങ്. അവിടെ നിന്നാണ് ഫാമിലിക്കകത്ത് പുരുഷനും സ്ത്രീയും. പുരുഷൻ നമ്മൾ പഠിച്ചു അല്ലെ, അതിന്റെ ആത്മതലം പഠിച്ചു. ഭൗതിക തലം അല്ല നമ്മൾ ചിന്തിച്ച ആത്മതലം. സ്ത്രീയുടെ ആത്മതലമാണ് നമ്മൾ ചിന്തിക്കാൻ പോണത്. സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചത് എന്തിനായിരിക്കും? നമ്മുടെ ചിന്തകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കേട്ടാ. ബൈബിൾ പരമായി നോക്കിയാൽ പുരുഷന് തക്ക തുണ ആരാണ്? സ്ത്രീയാണ്. അതിനാണ് ദൈവം ചെയ്തത്. തക്ക തുണയായിട്ടിരിക്കാൻ ആ സ്ത്രീയെ സൃഷ്ടിച്ചേ. നമ്മൾ തക്ക തുണയാണോ? വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തക്ക തുണയായി മാറാം. ഞാൻ ഉദ്ദേശിച്ച ഭർത്താവിനെ അല്ല എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാനൊരു തക്ക തുണയായിട്ട് പുള്ളിക്ക് എന്തില്ല തോന്നുന്നില്ല. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നല്ല തക്ക തുണയായിട്ടൊക്കെ വേണമെങ്കിൽ അഭിനയിച്ച് ഈ ജീവിതകാലം എന്ത് ചെയ്യാം, അങ്ങ് തീർക്കാം. ശരിക്കും തലമുറകളുടെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ? തലമുറ എവിടെ ഉണ്ടാവുന്നത്? ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത് എന്തിനാ നമ്മൾ പഠിച്ചു അല്ലെ? അല്ലെ, എന്തിനാ കുടുംബം സൃഷ്ടിച്ച? ഭാര്യയും ഭർത്താവിനെയും ഒന്നാക്കിയതിനാ? ഒരു പുതിയ തലമുറയെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പുതിയ ജനറേഷനെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മാതാവും പിതാവും ഒരു കുടുംബമായി കഴിയുമ്പോൾ വേർപെട്ട ഒരു തലമുറ വരും. ഈ തലമുറയെ എത്ര വയസ്സ് വരെ പഠിപ്പിക്കും? എത്ര വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലുണ്ട് തലമുറ? അബിയും അബ്ദിയേലും അമ്മും നസീമൊക്കെ എത്ര വയസ്സ് വരെ ഉണ്ട്? ഒരു മാതാവിന്റെ പിതാവിന്റെ കയ്യിൽ പുരുഷനാണെങ്കിൽ 21 വയസ്സ് വരെ ദൈവം എന്ത് ചെയ്യാം, സമയം തരാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് സ്ത്രീ പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സ് വരെ ആർക്ക് അവസരം തരാണ്? നമുക്ക് അവസരം തരാം. എന്തിനാണെന്നറിയാമോ അവസരം തരുന്നത്? ഒരു തക്ക തുണയെ ഉണ്ടാക്കിയെടുക്കാൻ മാതാവിനും പിതാവിനും ഒരു അവസരം തരികയാണ്. ആരെ തക്ക തുണയാക്കണം? മക്കളെ. അതിനു മുമ്പ് ആര് നല്ല തക്ക തുണയായിരിക്കണം? ഈ മാതാവും പിതാവും തക്ക തുണയാണെന്ന് മക്കൾക്ക് തോന്നിയാൽ മാത്രമേ ഈ മാതാവും പിതാവും പറയുന്ന കാര്യങ്ങൾ ഈ മക്കൾ എന്ത് ചെയ്യുള്ളൂ, അനുസരിക്കത്തുള്ളൂ. അപ്പൊ ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പുരുഷനെ അല്ല ദൈവം സെലക്ട് ചെയ്ത് സ്ത്രീയാണ്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പൂർണ്ണരൂപം പ്രാപിക്കുന്നത് വരെ, അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുന്നത് വരെ സ്ത്രീയുടെ ഉദരത്തിലാണ്. ശരിയാണ്. ഒരു മനുഷ്യൻ പൂർണ്ണ രൂപമാകുന്നത് വരെ ആ മനുഷ്യൻ എവിടെയാണ്? ഒരു അമ്മയുടെ ഉദരത്തിലാണ്. അവിടെ കിടന്നാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഒരു പൂർണ്ണ രൂപമുള്ള പുരുഷനായോ സ്ത്രീയായോ വരുന്നത്. അപ്പോൾ പുരുഷന് ലഭിക്കാത്ത ഒരു പദവി ആർക്ക് കിട്ടി? സ്ത്രീക്ക് കിട്ടി. അയ്യോ, ഈ പദവി ഒന്ന് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലേ? പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതിനൊന്നും വേദന അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ സ്ത്രീ എപ്പോഴാണോ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉടലെടുപ്പിക്കുന്ന ആ സമയം വരെ, ഒരു വീട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടി 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു പീരീഡ് ഉണ്ട്. അവർ മാതാവാകാത്ത പിതാവാകാത്ത ഒരു പീരീഡ് ഉണ്ട്. ആ സബ്ജക്ട് നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടില്ല. ആ സബ്ജക്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്താണത്? ഒരു കുടുംബം, ഒരാൾ കുടുംബമായി കഴിഞ്ഞ് മാതാവും പിതാവും ആകുന്നതിന് മുമ്പ് ഈ കുടുംബമായവർക്ക് ഒരു റോൾ ഉണ്ടെന്ന്. എന്താണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹലോ, അവർ അമ്മയായിട്ടില്ല, അപ്പനായിട്ടില്ല, പക്ഷെ അവർ വിവാഹം കഴിഞ്ഞ് കുടുംബമാണ്. അവരുടെ കുടുംബത്തിനകത്തെ സന്തോഷമുണ്ട്,
അത് നമ്മളിപ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റിനകത്തില്ല. അത് നമ്മൾ വേറൊരു സബ്ജക്റ്റായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കാര്യം എന്താണെന്നറിയാമോ? മാതാവും പിതാവും ആകുന്നതിന് മുമ്പ് എലിമതി ആ കുടുംബത്തിന് ഒരു ടൈം പീരീഡ്, എനിക്ക് പ്ലസിക്ക് ഒരു 12 വർഷത്തെ ടൈം പീരീഡ് ആയതുകൊണ്ട്, സ്നേഹയ്ക്കും മനുവിനും ഒരു 2.5 വർഷത്തെ ടൈം പീരീഡ് ആയതുകൊണ്ട്, ഇതിനകത്ത് ജീവിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതമുണ്ട്. ഹലോ, ക്ലിയർ ആണോ? എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആക്കാനേ പറ്റത്തുള്ളൂ. ആമേ. ഈ അവസ്ഥയെ കുഞ്ഞുങ്ങളാകുന്നതോടുകൂടി കട്ട് ചെയ്യും. മനസ്സിലായോ? അത് വലിയ പരാജയത്തിന്റെ തുടക്കമാണ്. പക്ഷെ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടുന്ന് പറയാതിരിക്കുന്നില്ല, പറയും. ഫാമിലിയെ പറ്റി നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാ പറയുമോ, ഈ മാതാവും പിതാവും എന്തായി? അപ്പനും അമ്മയായി. ഇപ്പൊ സ്ത്രീയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. സ്ത്രീ ആരായി? അമ്മയായി. ഈ അമ്മ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. അമ്മ എന്താ? അമ്മ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാമോ? അമ്മ ആരാണ്? സ്നേഹമാണ്. അമ്മ ഒരു സ്നേഹമാണ്. അതൊരു പോയിന്റ്. എന്താണ്? ഒരു നല്ല അധ്യാപികയാണ്. നമ്മൾ നല്ല ഒരു സ്കൂളിൽ പഠിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് പറയുമ്പോ വീട്ടിലാണ്. പക്ഷെ അമ്മമാർക്ക് ഇപ്പൊ പഠിപ്പിക്കാൻ നേരമില്ല. അവർക്ക് ജോലിക്ക് പോകാനാ തിരക്ക്. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പദ്ധതി മക്കളെ വളർത്തുക എന്നുള്ളതായിരുന്നു. പിശാചിന്റെ പദ്ധതി മക്കളെ വളർത്തരുത് എന്നുള്ളതാണ്. ആര് വളർത്തരുത്? അപ്പൊ നമ്മൾ എന്താക്കും? ബിസിയാക്കും. നീ നിന്റെ മക്കളെ വളർത്തിയാൽ നിന്റെ മക്കൾ എന്താവും? നാളെ ദൈവത്തിന് കൊള്ളാവുന്നവരാകും. അതുകൊണ്ട് നിന്നെ ബിസിയാക്കിയാൽ നിന്റെ മക്കൾ എന്ത് ചെയ്യില്ല? ദേശത്തിനും കുടുംബത്തിനും നാടിനും കൊള്ളരുതാത്തവനായി ചില പറയാമല്ലേ? നമ്മളെ കിടക്കിടയ്ക്ക് പറയാം വളർത്തുദോഷം. അല്ലാതെ പിന്നെ ഹലോ, ആരായി വളർത്തിയേ? അപ്പൻ രാവിലെ പണിക്ക് പോയാൽ വരുന്നത് എപ്പോഴാണ്? 8 മണി 8:30 ആകും. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മുഖം ആരുടെയാണ്? ഏറ്റവും കൂടുതൽ അടിമേടിക്കുന്ന ആരുടെയാണ്? അപ്പൊ ഇരിക്കുവോ അമ്മേ? ആരാണ് അടിമേടിക്കുന്നത് ഏറ്റവും കൂടുതൽ? അപ്പഴേ അമ്മഴേ. ശിക്ഷണ നടപടി നടത്തുന്ന അധ്യാപിക ആര്? അമ്മ. പലപ്പോഴും ജോലി തിരക്കിനിടയ്ക്ക് ഈ പരിപാടി പറ്റത്തില്ല. മക്കളെ കൊണ്ട് എവിടെയാക്കും? ഡേ കെയറില് ആക്കും. ഡേ കെയറിലാക്കിയ ഒരു ഗുണമുണ്ട്, അവർ പിള്ളേരെ തല്ലത്തില്ല. നമ്മുടെ കൂടെ നിന്നൊരു ഗുണമുണ്ട്, നമ്മൾ പിള്ളേരെ അപ്പൊ അവർ നേരെ ആകും. ഈ ഭൂമിയിൽ 21-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കുടുംബത്തിനകത്തെ ഉത്തരവാദിത്തങ്ങൾക്കകത്ത് ബിസി എന്നൊരു പേര് വിശാൽ ഒരു പുതിയ സംഗതി കൊണ്ടുവന്നു. എവിടെ നോക്കിയാലും ബിസിയാണ്. എല്ലാരും ബിസിയാണ്. മോനെ ടേബിളിൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് ഫ്രിഡ്ജിനകത്ത് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് ചൂടാക്കി. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമായി? നിനക്ക് വേണമെങ്കിൽ നീ തിന്നോണെന്ന് പറയുന്നതിന് പകരം പറഞ്ഞിട്ട് പോകുന്നതാണ് അല്ലേ? ശരിയല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ശരിയല്ലേ? അതെ. നേരത്തെ ഒരു 50 കൊല്ലം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അമ്മ തിന്നാതെ മക്കൾക്ക് വായിൽ വെച്ചു കൊടുക്കുന്ന ഒരമ്മ, കാക്കയും പൂച്ചയും പട്ടിയെയും കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരമ്മ, ഒരെണ്ണത്തെ കഴിയുമ്പോൾ അടുത്തതിന് എളിയിലേക്കുന്ന അമ്മ. കാരണം അന്ന് 1, 2 അല്ല, 5, 6, 7, 8 എന്നൊക്കെ ഉള്ളത്. ഇതിനെല്ലാം ഒരുപോലെ പരിപാലിക്കുന്ന ഒരമ്മ. ഈ അമ്മയുടെ സ്ഥാനം പോയി എവിടെയായപ്പോ? 21-ാം നൂറ്റാണ്ടായപ്പോ അമ്മ എന്ന് പറയുന്ന ആള് പിക്ചറിൽ മാത്രമായി. അതോ ഇപ്പൊ അമ്മ ചെയ്യുന്നതെന്ന് അറിയാമോ? കൂലി വന്നൊരു 3 മാസം മുലപ്പാല് കൊടുക്കും. പിന്നെ അതിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സൗന്ദര്യം എന്ത് ചെയ്യും? ഒന്ന് കുറയാൻ സാധ്യത. അതുകൊണ്ട് കുപ്പിപ്പാലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. ആരോ പറഞ്ഞിട്ടുണ്ട് മുലപ്പാൽ അധികം കൊടുത്താൽ അമ്മ സൗന്ദര്യം പ്രായം കൂടുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കുപ്പിപ്പാലിലേക്ക് സംഗതി മാറ്റും. ഈ കൊച്ചിന്റെ ബുദ്ധിയും എന്താവും? കുപ്പിപ്പാൽ പോലെയാവും. ഇടയ്ക്കിടയ്ക്ക് തീരും, ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോകും. ഇവൻ അമ്മയുടെ മുലപ്പാൽ 2 വയസ്സ് വരെയും ഒരു കുഞ്ഞ് കുടിക്കണമെന്നാണ് മിനിമം പറയുന്നത്. അത് 3 മാസം വരെ ആക്കിയിട്ട് അമ്മ എവിടെ പോയി? ജോലിക്ക് പോയി. ആരെ ഏൽപ്പിച്ചു? ഇവളുടെ അപ്പനെ ഏൽപ്പിച്ചിട്ട്, അമ്മൂമ്മനെ അപ്പൂപ്പനെ ഏൽപ്പിച്ചിട്ട് ഇവളോട് പോയി ജോലിക്ക് പോയി. ഇവിടെ ആരുടെ കുടുംബമാണ് തകരുന്നതെന്ന് അറിയാമോ? സ്വന്തം കുടുംബം.
ഏതായി സ്വന്തം കുടുംബം? താനും ഭർത്താവുമായിട്ടുള്ള കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ മാറി നിൽക്കുന്ന കുഞ്ഞിന് കഴിയും. അവരുടെ ഐക്യത നഷ്ടപ്പെടുത്തുവാൻ കഴിയും, അവരുടെ ഒരുമ നഷ്ടപ്പെടുത്തുവാൻ കഴിയും, അവരുടെ ആവലാതികൾ കൂട്ടുവാൻ കഴിയും, അവരിൽ അകൽച്ച സൃഷ്ടിക്കുവാൻ കഴിയും, മക്കളെ കുറിച്ചുള്ള ഭാരം അവരിൽ സൃഷ്ടിക്കുവാൻ കഴിയും. ഇങ്ങനെ നീറി 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 ഇവരുടെ നല്ലൊരു കാലം ഈ അമ്മ എന്ത് ചെയ്യും? പിന്നെ മടങ്ങി വരാൻ പറ്റുമോ? ലഭിക്കാനുള്ള കാരണം മാതൃത്വം ഉള്ളത് കൊണ്ടാണ്. പിതാവ് എന്നുള്ള പേര് ലഭിക്കാൻ കാരണം എന്താ? പുരുഷനല്ലേ? എന്താ പിതാവ് എന്ന പേര്? മക്കൾ വന്നതുകൊണ്ടാണ്. അമ്മ എന്താ മാതാവായ? അല്ലെ ഭാര്യ എന്താ മാതാവായ? മക്കളുള്ളതുകൊണ്ടാണ്. അപ്പോ ഈ സ്ത്രീ നക്ഷിമല്ല അമ്മു തൊട്ട് ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1 വയസ്സ് തൊട്ടുള്ള സ്ത്രീകളിൽ വളർന്നു വരുന്ന കുട്ടികളിലെല്ലാം അവരറിയാതെ ഇൻബോണായിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? മാതൃത്വം. ഹലോ, അമ്മു കുഞ്ഞിന്റെ അടുത്ത് ആടുന്നുണ്ടോ? എന്തായാലും നീ കഴിക്കാത്തതൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ടോ? ഉടുപ്പിട്ടിട്ടില്ലെങ്കിലും ആ കുഞ്ഞ് ഒരു പാവക്കുട്ടിയെ കണ്ടാൽ എടുത്തെന്ത് ചെയ്യും? ഈ മാതൃത്വം ജന്മന സ്ത്രീ എന്ന് പറയുന്ന പുരുഷ കുഞ്ഞിനെ പറ്റിയല്ല. അഭി ഒരിക്കലും ഒരു പാവ കടന്നാൽ പോലും എടുത്തിങ്ങനെ കാണിക്കും. എന്നാൽ ഒറ്റ തട്ടിന് എന്ത് ചെയ്യും? അത് ഫുട്ബോൾ കളിക്കുന്നത് പോലെ വേണം എന്ത് ചെയ്യും ആ പാവനെ. പക്ഷെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ എടുത്ത് താലോലിക്കും, മുടി കൊടുക്കും, കുളിപ്പിക്കും, പിന്നെ തൊട്ടിലിട്ട് ആട്ടും, എല്ലാ പണിയും ചെയ്യും. മാതൃത്വം ഒളിച്ചു കിടക്കും അല്ലേ? ഇത് ജന്മന മക്കളിൽ ആണാണെങ്കിൽ ആണിന്റെ പ്രവൃത്തിയും പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ പ്രവൃത്തിയും ദൈവം ജന്മന ആ കൊടുക്കുകയാണ്, ഒരു തലമുറയ്ക്ക് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് അധികം വാക്യങ്ങളൊന്നുമില്ല, എന്നാൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുകൂടെ ടച്ച് ചെയ്താൽ പോകാൻ. അപ്പൊ നമുക്ക് പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ പോകരുത്, തിരിച്ചു വരണം. ഞാൻ ഇവിടെ പറയുമ്പോൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തിച്ചു പോകരുത്. അപ്പോ ഈ കുഞ്ഞു പ്രായം മുതൽ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ മാതൃത്വത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ വരെ ഈ കുഞ്ഞിന്റെ ശരീരത്തിനകത്ത് ഒരു പ്രക്രിയ ആ കുഞ്ഞറിയാതെ ദൈവം വെച്ചിരിക്കുക. ഈ ശരീരം ഒരു 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 പുതിയ മനുഷ്യന് ജനനം കൊടുക്കുവാൻ വേണ്ടി ആ സ്ത്രീ ശരീരം വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും 20 വയസ്സായപ്പോഴാണോ നിങ്ങൾക്ക് അമ്മയായിക്കോളാം പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് തന്നെ? 20 വയസ്സായവരെല്ലാം പഞ്ചായത്തിൽ വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണം, അവർക്ക് അമ്മയാകും, അങ്ങനെയാണോ? അല്ല, ജന്മന എന്തുകൊണ്ട് ഇതകത്തുണ്ട്. ഇത് ഈ ക്രിയ ഒരു 14 വയസ്സ് തൊട്ട് 12, 13, 14 വയസ്സ് തൊട്ട് ഈ ക്രിയ എന്ത് ചെയ്യും? ആരംഭിക്കും. അങ്ങനെ ഈ കുട്ടി എന്ന് പറയുന്ന വ്യക്തി എന്താവും? കൗമാരപ്രായമാകും, പിന്നെ അതൊരു സ്ത്രീയാകും. ഈ സ്ത്രീ ആയതിനു ശേഷമാണ് ഇവൾ ഭാര്യയാകുന്നത്. ഈ ഭാര്യയുടെ പിരീഡ് കഴിഞ്ഞിട്ടാണ് ഇവൾ ആരാകുന്നത്? മാതാവാകുന്നത്. കേട്ടോ, ഇതൊക്കെ ഓരോ പിരീഡാണ്. ആദ്യം ദൈവം ചെയ്തു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 1-ാം ദിവസം. അടുത്തതിന്റെ ദൈവം ചെയ്തു 2-ാം ദിവസം. അപ്പൊ നമ്മൾ എന്നത് എങ്ങനെയാ? 1-ാം ദിവസം ദൈവം ചെയ്തു ആകാശം, തിങ്കളാഴ്ച ദിവസം ദൈവം ചെയ്തു ആകാശം ഉണ്ടാക്കി, ചൊവ്വാഴ്ച ദിവസം ദൈവം ചെയ്തു ഭൂമി ഉണ്ടാക്കി, ബുധനാഴ്ച ദിവസം വെറുതെ ഇരുന്ന് ഓർത്തു അന്ന മൃഗങ്ങളെ. അങ്ങനെ പറയുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ജനനം, ബാല്യം, കൗമാരം, പിന്നെ യൗവനം, മധ്യവയസ്സ്. ഈ യൗവനം കഴിയുന്നതിന് മുമ്പ് ഇവളൊരു ഭാര്യയായി മാറും. ഈ ഭാര്യയായി മാറുന്ന വ്യക്തിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തെ അറിഞ്ഞ സകല ദൈവമക്കളും ഒരു വിശുദ്ധ പ്രജയ്ക്ക് ജനനം കൊടുക്കണം. ആരാ വിശുദ്ധ പ്രജ? നമ്മൾ കേട്ടിരിക്കുന്ന വിശുദ്ധ പ്രജ ആരാണ്? യേശു കർത്താവ് അല്ലേ? മറിയയിൽ ഒരു പുത്രൻ ജനിച്ചു, അവനാണ് നമുക്ക് വിശുദ്ധ പ്രജ. പക്ഷെ ദൈവം പറയുന്നത് എന്താ? ഒരു കുടുംബത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു ഭവനത്തിനകത്ത് ജനിക്കുന്ന എല്ലാവരും വിശുദ്ധന്മാർ. നമ്മൾ അവനെ പ്രത്യേക ഒരു സ്നാനം ഒന്നും കഴിപ്പിച്ച് എന്ത് ചെയ്യണ്ട, വിശുദ്ധനാക്കണ്ട. അവൻ ആ സ്നാനത്തെ കുറിച്ച് ബോധ്യമാവുമ്പോൾ എന്തായാൽ മതി, സ്നാനപ്പെട്ടാൽ മതി. കുഞ്ഞങ്ങാൻ ഇപ്പൊ മരിച്ചു പോയ സ്വർഗത്തിൽ പോകണ്ടെന്ന് വിചാരിച്ച് സ്നാനപ്പെടുന്നത് ചിലരുണ്ട്. അതുകൊണ്ട് അവനെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആ കുടുംബത്തിനകത്ത് ജനിക്കുന്ന കുഞ്ഞിനെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ന്യായപ്രമാണ കാലത്ത്
മുലയൂട്ടുന്ന സമയത്ത് അമ്മമാർ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിക്കും, സങ്കീർത്തനങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ആരെ കേൾക്കാനാ? ആരെ പഠിപ്പിക്കാനാ? ഈ കുഞ്ഞിത് കേട്ട് വേണം പാല് കുടിക്കാൻ. കാരണം എന്താ? അവ കേൾക്കുന്നത് ദൈവത്തെ കുറിച്ചായിരിക്കണമെന്ന് ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പാടുന്ന പാട്ടേതാ? ഇന്ന് നമ്മൾ കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ പാടുന്ന പാട്ടേതാ? സിനിമാ പാട്ടുകളാണ്. നമ്മളൊരു സങ്കീർത്തനം പോലും ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്രിസ്തീയ പാട്ട് പോലും കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ ചെയ്യാറില്ല. പിന്നെ രാരാരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അതൊക്കെ അമ്മൂമ്മമാരായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു പാട്ടുണ്ട്. അത് അവരെങ്ങനെ പാടിയാലും, കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടു, സവോള വേണം, വെളുത്തുള്ളി വേണം, ഉള്ളി വേണം. അപ്പം അമ്മ പാടുക സവോള വേണം, കുഞ്ഞിനെ ഓർക്കുക. അപ്പൊ ആരെഴുതണം? സവോള. ഭർത്താവ് അപ്പുറത്ത് നിന്ന് സവോള എഴുതണം. ഉള്ളി വേണം. അപ്പൊ കുഞ്ഞു ഉറങ്ങും, വീട്ടിലേക്കുള്ള ലിസ്റ്റും ആകും. അപ്പൊ ഓരോ നമ്മൾ നോക്കിക്കേ, നമ്മൾ ദൈവത്തിൽ നിന്നും ഒരു ദൈവിക പദ്ധതിക്ക് അകത്തുനിന്ന് എത്രമാത്രം മാറിപ്പോയി. നമ്മളൊന്നും ആഗ്രഹിച്ച സമയത്തോ നമ്മൾ ആഗ്രഹിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു 15-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ എന്റെ മമ്മിയെ പറയും, എന്റെ മമ്മി ചിന്തിക്കുക, എനിക്കൊരു മകനുണ്ടായി, ഞാൻ സജിന്റെ പേര്. അങ്ങനെ മമ്മി ചിന്തിച്ചായിരുന്നോ? ഞാൻ 13 പേരിട്ടു, ചിന്തിച്ചായിരുന്നോ? ഇല്ല. ഹലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തെ സംഗതി. മനസ്സിലായില്ലേ? ഇതെന്താ കാര്യം പറയാമോ? ദൈവത്തിന്റെ പർപ്പസ് ആ കുടുംബത്തിനകത്ത്, ദൈവത്തിന്റെ ഉദ്ദേശം ആ കുടുംബത്തെ കുറിച്ച്, ആ കുടുംബത്തിനകത്ത് എപ്പോ നിറവേറണം എന്ന് ചിന്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ആ ഒരു നിറവേറെന്ന് പറയുന്നത് ആ സമയത്ത് ആ വ്യക്തിക്ക് വരേണ്ട പേര് വരെ ദൈവം സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുക. ആ പേരെ വരത്തുള്ളൂ. ഇനിയിപ്പോ എന്നെ കറങ്ങി കുത്തി വന്നാലും സോജിയിൽ ഇടാൻ വെച്ചതാ, പക്ഷെ സജിനാകും. ഹലോ, എന്റെ പേര് ആദ്യം എന്തായിരുന്നു? സോജി. എവിടെ? ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച പേരാ, പക്ഷെ എഴുതി പിടിച്ചു വന്നപ്പോ സജിയാണ്. ആമേൻ. മനസ്സിലായോ? അപ്പൊ ദൈവം ഒരു പേര് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരൊക്കെ എന്നൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ പേര് മാറും. ചിലർക്ക് ഒരു 40 വയസ്സൊക്കെ നമ്മളെ ചിന്ത വരുന്ന, എന്റെ ഈ പേരെന്തില്ല, കൊള്ളത്തില്ല, അപ്പനമ്മയുടെ പേരൊന്നും ചെയ്യണം, മാറ്റണം, ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമൊക്കെ. പക്ഷെ നമ്മൾ ചില സമയത്ത് എത്ര ശ്രമിച്ചാലും പറ്റില്ല. പക്ഷെ മാറ്റുന്നവരുണ്ട്, ഗസറ്റിലൊക്കെ പരസ്യം ചെയ്തൊക്കെ മാറ്റുന്നവരുണ്ട്. അപ്പൊ ദൈവത്താൽ നിർണയിക്കപ്പെട്ട പേരേതായിരിക്കും? ഇവനീ മാറ്റിയ പേരാ. ഇവന് ഏത് പേരായിരുന്നു വീഴണ്ടേ? ഇപ്പൊ ഇട്ട പേരായിരുന്നു വീഴണ്ടേ, പക്ഷെ വീണില്ല. കാരണം ചാവുന്നതിന് മുമ്പ് ആ പേര് വീഴും. ഹലോ, നമ്മുടെ ഒരു ദൈവദാസനുണ്ട്, ഹിന്ദു മാർഗത്തിന്റെ വിശ്വാസത്തിൽ വന്ന. പക്ഷെ ആ ഒരു ആത്മാവിനെ ദൈവം കണ്ടത് ഒരു ശുശ്രൂഷകനായിട്ടാണ്. പക്ഷെ പുള്ളി ജനിച്ചെവിടെയാണ്? പക്ഷെ പുള്ളി വളർന്ന് വന്ന് ശുശ്രൂഷകനാകാതെ, അവിടെ ശുശ്രൂഷകനാകാതെ പുള്ളി വചനം അറിഞ്ഞ് പുള്ളി ആരായി? ശുശ്രൂഷകനായി, പാസ്റ്ററായി. അപ്പൊ പുള്ളിയുടെ പേരെന്ത് ചെയ്തു? ആ പേര് ഈ പ്രവൃത്തി തമ്മിലൊരു ബന്ധമില്ലാത്തത് പുള്ളിക്ക് തോന്നി, ഈ പേരെങ്ങനെ ചെയ്തേക്കാം. അപ്പൊ പുള്ളി ആ പേര് മാറ്റി. ഇപ്പൊ പുള്ളിനെ അറിയുന്ന പുതിയ പേരില്ല, പഴയ പേരാർക്കും അറിയില്ല. മനസ്സിലായോ? അപ്പൊ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയം മുതൽ അമ്മയുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. എന്നുവരെ? മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് വരെ. അത് കഴിഞ്ഞ് ആ കാര്യത്തിൽ ഇടപെടണ്ട. പുരുഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ആ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട? ഇടപെടണ്ട. പിന്നെ അത് പുതിയ കുടുംബമാണ്. ഹലോ, സജിന് ബ്ലസ്സിയാല പുതിയ കുടുംബം. സജിന്റെ തലമുറ വന്നു കഴിഞ്ഞാൽ സജിന്റെ ബ്ലസ്സിയുടെ ഏത് ലൈഫ് കഴിഞ്ഞപ്പോഴും വ്യക്തിപരമായിട്ടുള്ള വിവാഹ ജീവിതം കഴിഞ്ഞ് അവരെന്ത് ചെയ്യാണ്? മാതാവും പിതാവും എന്നുള്ള റോളിലേക്ക് കയറാം. 18 വയസ്സ് വരെ മക്കളെ വളർത്താനുള്ള അവകാശം. അതിനുള്ളിൽ നേരെ ജോലി ആരെ വളർത്തിക്കോണം. എന്ത് ചെയ്തത്? 18 വയസ്സ് വരെ വളർത്താൻ പറ്റാതെ ജോലി ചെയ്യാനും. ഞാനെന്ത് കഷ്ടപ്പെട്ട ഇതിനെ വളർത്തിയെന്നറിയാമോ? ഞാനെന്ത് ഒരമ്മയുടെ ജീവിത പാഠങ്ങളിൽ അമ്മയ്ക്ക് ഒരു പക്ഷേ നല്ലൊരു അമ്മയുടെ ശിഷ്യത്വം കിട്ടി കാണത്തില്ല. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക, എനിക്ക് നല്ലൊരു അമ്മേനെ കിട്ടിയില്ല. ഞാൻ ചിന്തിക്കുക. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്നാന്നറിയാമോ? എന്റെ കുഞ്ഞും ഞാൻ വളർന്നതുപോലെ. അയ്യോ, അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുമ്പോ പറ്റണമെന്ന് അറിയാമോ? ഈ കുഞ്ഞിനെ നോക്കാതെ ഞാൻ എങ്ങനെയാണോ വളർന്നേ അതുപോലെ ഞാൻ ജീവിക്കും.
എനിക്ക് കിട്ടാത്തത് അതുപോലെ തന്നെ ഞാൻ ചെയ്യും. ഞാൻ എന്ത് ചെയ്യില്ല, എന്നെ ആരും നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി ആരെയും നോക്കില്ല. അവിടെയാ പിശാച് ജയിക്കുന്നു. നാട് ഒഴിയുന്നത് വരെ പണിയെടുത്തു, മക്കളെ വളർത്തി. മക്കളെ വളർത്തി ചോദ്യം, നിങ്ങൾ എന്താ എനിക്ക് തന്നെ, നിങ്ങൾ എന്നാ എനിക്ക് ചെയ്തേ, തന്നെ, എന്നെ പഠിപ്പിച്ചേ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോ ഒരു സ്ത്രീ ഭൂമിയിൽ ജനിക്കുന്നത് മകളായിട്ടാണ്, ശരിയാണോ? ഒരു സ്ത്രീ ഭൂമിയിൽ ജനിക്കുന്നത് മകളായിട്ടാണ്, അല്ലേ? ഇതിനൊക്കെ നമ്മൾ വേറെ പഠിക്കുന്ന ക്ലാസ്സുമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ ഇത് ഓർത്തിരുന്നോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എങ്ങനെ പുത്രൻ എന്നുള്ള പേര് വന്നേ? അഭിപുത്രനാണ്, പുത്രിയാണ്? അഭിപുത്രനാ. അമ്മോ? അപ്പൊ നമുക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് അതൊരു ചിന്ത അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുള്ളൂ. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ യേശു ദൈവപുത്രൻ. ഹലോ, അപ്പൊ യേശു പെണ്ണായിരുന്നെങ്കിലോ? ഞങ്ങൾ പോകുന്നില്ല, നിങ്ങൾക്ക് സംശയങ്ങൾ പലതും ഉടലെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. അപ്പോ ഒരു സ്ത്രീ ഭൂമിയിൽ ജനിക്കുമ്പോൾ മകൾ എന്ന പേരിൽ നാമത്തിൽ ജനിക്കുന്നു. ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രസവം കഴിഞ്ഞ് കിടക്കുമ്പോൾ മാതാവും പിതാവും ആരുടെ? ഈ മകളുടെ മാതാവും പിതാവും ഇവിടെ നിൽക്കുക. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് അപ്പൊ മാത്തിച്ചാൻ വരുമോ? മാത്തിച്ചാൻ വരുമ്പോ പാസ്റ്റർ എന്ന് പറയുന്നത് ബ്ലസ്സിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു, അങ്ങനെയല്ലോ. മകൾ ജനിച്ചു, മകനാണെങ്കിലോ മകൻ ജനിച്ചു. അപ്പൊ ജന്മന ഈ പേര് എവിടെ വീഴും? പുറത്തോട്ട് വന്ന് കണ്ട ഉടനെ മകളാണോ മകനാണോ ആരും ഐഡന്റിഫൈ ചെയ്യും. ആദ്യ കാലമൊക്കെ നേഴ്സ് പോകുന്നത് തന്നെ ഇതാണോ പെണ്ണോന്നാ, എന്നിട്ട് വേണം പുറത്ത് നിൽക്കുന്നവരോട് പോയി പറയാൻ. മനസ്സിലായോ? അപ്പോ ഈ മകളെന്ന സ്ഥാനം ഈ ജീവിത യാത്രയിൽ ഒരിടത്ത് വെച്ച് മാറും. ആ പേരിനൊരു മാറ്റം വരും. എവിടുത്തെ പേരിന് മാറ്റം വരുന്നത് അറിയാമോ? അവിടെ പാടവാ ഭാര്യയാണെന്ന് മുമ്പ് പോവാം. മകൾക്ക് ഒരു പേര് വരും കുടുംബത്തിനകത്ത്. മകൾക്ക് പെട്ടെന്ന് രൂപമാറ്റം വരുന്ന ഒരു സംഗതിയാണ് സഹോദരി. ആരുടെ സഹോദരി? മനുവിന്റെ. എപ്പോഴാണ് മനുവിന്റെ സഹോദരി ഏത് പറയുമ്പോ നേരെ തിരിഞ്ഞാ ജനിച്ചെങ്കിൽ, ഹലോ, ആദ്യം ഉണ്ടായത് അനു ആണെങ്കിൽ രണ്ടാമത് മനു ഉണ്ടാകുന്നെങ്കിൽ മനു ഉണ്ടാകുന്ന സമയത്ത് അനുവിന്റെ മകൾ എന്നുള്ള പേര് മാറിയിട്ട് എന്ത് പേര് വരും? മനുവിന്റെ സഹോദരി. അപ്പൊ ഒരു പേരും കൂടെ എവിടെ കിട്ടി? ഈ മകൾക്ക് കിട്ടി. അത് എത്ര ചെറുതായി. ഇപ്പൊ ഒരു മൂത്ത ആള് ചേച്ചിയുടെ പേര് നിഷ. അപ്പൊ നിഷ ഉണ്ടായി. നിഷ ആള് തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 2 വയസ്സ്. ഈ 2 വയസ്സ് വരെ നിഷ മകളായിട്ട് തന്നെ നിന്നെ. ഹലോ, എന്റെ കൂടെ വരണം, എന്നാലാണ് ഇത് കിട്ടത്തുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായി 2 വയസ്സ് വരെ ചെല്ലപ്പിള്ളയായിട്ട് മകളായിട്ടാണ് നിന്നെ. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോ ഒരു സഹോദരി കൂടെ പറഞ്ഞു. അപ്പൊ നിഷയ്ക്ക് വേറൊരു പേര് കൂടെ വേണം, നിത്യയുടെ സഹോദരി, അല്ലേ? അപ്പൊ അത് 18 വയസ്സിലേക്കും പോകണ്ട കേട്ടോ. അത് എപ്പോഴാണോ അടുത്ത തലമുറ വരുന്നത് അപ്പോഴും ആ പേര് വീഴും കേട്ടോ. അപ്പോ സഹോദരി എന്ന പേര് വീഴും. അത് കഴിഞ്ഞ് വേറൊരു പേര് വീഴും. ഈ കുടുംബത്തിലാണെങ്കിൽ, ആണും പെണ്ണുമുള്ള കുടുംബത്തിലാണെങ്കിൽ വേറെ എന്ത് പേര് വീഴാനാ സാധ്യത? അല്ല, മോള് കഴിഞ്ഞല്ലോ. മോള് പറഞ്ഞു, സഹോദരി പറഞ്ഞു. അത് കഴിഞ്ഞാൽ അനുവിന് വരാനുള്ള സാധ്യത ഉള്ള പേര് ഏതായിരിക്കും? നാത്തൂൻ. എന്താ കാര്യം? മനു ആദ്യം വിവാഹം കഴിച്ചാൽ ആരാവും? ഈ മകള് സഹോദരി എന്ന് പറഞ്ഞ ആളാരാവും? നാത്തൂനാവും. ഈ നാത്തൂൻ എന്നുള്ള പേര് അടുത്തത് എവിടെ മാറുന്നത്? നാത്തൂന്ന് പിന്നെ അടുത്ത ഒരു പക്ഷേ അനു ആദ്യം ഭാര്യയായി. അങ്ങനെയാണല്ലോ അല്ലേ? അനു ആണ് ആദ്യം കല്യാണം കഴിക്കുന്നത്. അപ്പൊ അനു ആരായി? സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണ് നാത്തൂൻ എന്ത് ചെയ്യുന്നത്? വന്നേ. അപ്പൊ ഒരു പേര് കൂടെ ആ സഹോദരിക്ക് എന്ത് ചെയ്തു?
വീഴും. അപ്പൊ ഇതൊക്കെയാണ് ലോകപ്രകാരമുള്ള പേരുകൾ. മനസ്സിലായില്ലേ? ലോകപ്രകാരം ഉള്ള പേര്. എന്നാൽ ഈ ലോകപ്രകാരമുള്ള പേരുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത പേര് എന്താണെന്നറിയാമോ? ഭാര്യ, കുടുംബം. ഹലോ, കുടുംബം, ഫാമിലി. ഫാമിലിക്കകത്ത് സ്ത്രീ ആരാണ്? ഭാര്യ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാര്യയുടെ റോളുകൾ എന്താണെന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഒരു റോളുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ആ പാർട്ട് ഞാൻ പിന്നീട് നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ ഭാര്യ എന്ന റോള് കൊണ്ട് ആ സ്ത്രീയുടെ നാമം മാറുന്നില്ല, തീരുന്നില്ല. അടുത്തൊരു പേര് വീഴും. എന്താണെന്നറിയാമോ? എന്തോരം പേരാണെന്നറിയാമോ? അമ്മയല്ലല്ലോ, അമ്മ. സോറി, അമ്മ. അമ്മ കഴിഞ്ഞിട്ട് അടുത്ത പേര് അമ്മായിയമ്മ. അല്ലേ? മതി, ശരിയല്ലേ? ആരാ? മരുമകളാണ്. മരുമകൾ വേണേ നമുക്ക് ചേർക്കാം. സഹോദരി, നാത്തു, ഭാര്യ, മരുമകൾ, മാതാവ്, അമ്മ, അമ്മായിയമ്മ, അമ്മൂമ്മ. ഹലോ, ഗ്രേസ് പീരീഡ് വരെ അല്ലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ അമ്മൂമ്മയായിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ. ഒരു കുടുംബത്തിൽ ഒരു അപ്പന്റെ അമ്മയുടെ മകളായിട്ട് ജനിച്ച വ്യക്തി കടന്നു വന്ന ജീവിതത്തിനകത്ത് റോളുകളുണ്ടോ? ഈ റോളുകളിലാണ് പിശാച് ഉടക്കുന്നത്. പിശാച് ഉടക്കുന്ന എവിടെയാ? അമ്മായിയമ്മയും മരുമോളും, നാത്തൂനും. പിന്നെ എവിടെയെങ്കിലും ഉടക്കാൻ പറ്റിയ പിശാച് എന്ത് ചെയ്യും? കൊണ്ട് ലോക്കിടും. ലോക്കിട്ട് കഴിഞ്ഞാൽ മരണം വരെ ഈ ലോക്ക് ഊരത്തില്ല. ഊരാതിരുന്നുള്ള കുഴപ്പം കുടുംബത്തിനകത്തെ ഇമ്പം. ഹലോ, കുടുംബത്തിനകത്തെ ഇമ്പം പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം സ്ത്രീ എന്നതിലുപരി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നാം തിരിച്ചറിയണം. സ്ത്രീക്ക് പദ്ധതിക്കകത്ത് നിൽക്കുവാൻ 21-ാം നൂറ്റാണ്ടിൽ താല്പര്യമില്ല. നിങ്ങളെ കുറ്റം പറയുന്നല്ല, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ സഭയിലുള്ളവരെല്ലാം നല്ലവരാണ്. ഞാൻ പറഞ്ഞ പുറത്തുള്ള സ്ത്രീകളെ കുറിച്ചാണ്. ഇവർക്കൊക്കെ എന്ത് വേണം? എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ഒറ്റവാക്കിൽ പറയാമോ? സ്ത്രീയെ കുറിച്ച്, അമ്മുവിനെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ പദ്ധതി? അമ്മു ഏറ്റവും ചെറിയ കുഞ്ഞായതുകൊണ്ടാണ് അമ്മുവിനെ വിളിച്ചേ. എന്താ? അമ്മു ജനിച്ച അന്ന് തൊട്ട് ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് അമ്മുവിനെ വിളിച്ചു. അമ്മു നാളെ ഒരു നല്ല തക്ക തുണ ആയിരിക്കണം. ആർക്ക്? തന്റെ ഭർത്താവിന്. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ആരാണ്? അമ്മയാണ്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? പൈസ. ഇവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പൈസ ചെയ്യണം. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അനുഭവിക്കുക, ഇനിയെങ്കിലും ഞാൻ ചെയ്യാൻ പോവാണ്. 5 പൈസ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടും. കുടുംബമുള്ള ദൈവത്തിന്റെ പദ്ധതിക്കകത്തുനിന്ന് മാറിയിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. ഹലോ, എനിക്ക് എന്റെ സ്വന്തം കാലിൽ ഇതുവരെ നിന്ന വാടകക്കാലിലാണോ? അല്ല. പിശാച് എന്ത് ചെയ്യില്ല? ആ വീടിനകത്ത് ഇരുത്തത്തില്ല. എന്ത് പറയുമോ? നീ നിന്റെ സ്വന്തം കാലിൽ എന്ത് ചെയ്യണം? നിൽക്കണം. അല്ലാതെ നീ വീട്ടിൽ നിന്റെ കാര്യം ഓക്കാ. അല്ലെങ്കിൽ എന്താ? 5 പൈസ കൊണ്ടുവരാത്തോണ്ട് നിന്റെ കാര്യം എന്താ കാര്യം എന്നറിയാമോ? കുടുംബം എന്നുള്ള പദ്ധതിക്കകത്തൊന്ന് ഇവിടെ എങ്ങനെയെങ്കിലും പുറത്തോട്ടൊന്ന് ചാടിക്കണം. ആർക്ക്? പിശാചിന്. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് സ്വന്തമായി ചിലതൊക്കെ എന്ത് ചെയ്യണം. എന്റെ സ്വന്തം കാലിൽ നിന്ന് ഒരു കാർ മേടിക്കണം, ഇടയ്ക്കിടയ്ക്ക് ബസ് ഇടണം, എനിക്കൊരു വീട് വെക്കണം. പിന്നെ ഒത്തിരി പറഞ്ഞു എന്നോട് പറയാറുണ്ട്, ഞാൻ അച്ഛക്ക് ഒരു കാർ മേടിച്ച് തരും. മനസ്സിലായില്ലേ? ഞാൻ സ്വന്തം കാര്യം നിന്ന് കഴിയുമ്പോ ഒരു കാർ മേടിച്ചത് എന്റെ സോപ്പ് സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? സമ്മതിക്കണം. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? അമ്മ എന്നുള്ള റോളിൽ, ഭാര്യ എന്നുള്ള റോളിൽ ദൈവമാക്കി വെച്ചത് തക്ക തുണ. ഹലോ, ഈ തക്ക തുണ എന്ന് പറയുമ്പോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഞാനെന്ന ലേബൽ പുറം ലോകം അറിയണം. ഞാൻ വെച്ച വീടാ. ഹലോ, എന്റെ സ്വന്തം കാലിൽ നിന്ന് ഞാൻ മേടിച്ച കാറല്ല ഇപ്പൊ പുള്ളിയുടെ നടത്തവും പോക്കും വരവും.
ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ഓലപ്പേരെ ആ പുള്ളിയെത്തി തന്നെ. ഞാൻ എന്റെ എന്നുള്ളൊരു മനോഭാവം പിശാചം ചെയ്യും കുടുംബത്തിനകത്ത്. ഇതൊന്നും ഉണ്ടല്ലോ പുറത്തുള്ള വ്യക്തികൾക്ക് ബാധകമല്ല കേട്ടോ. ദൈവ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവം സൃഷ്ടിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയെ ടേൺ ചെയ്യിപ്പിക്കുന്ന പിശാചിന്റെ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജോലി ചെയ്യരുതെന്നല്ല പറഞ്ഞേ, നിങ്ങൾ സ്വന്തം കാര്യം നിൽക്കരുതെന്നല്ല പറഞ്ഞേ. ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവം വെച്ച വ്യവസ്ഥ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അതാ പറഞ്ഞതിന് അർത്ഥം. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം പണിയില്ലാതെ ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തെ മറന്ന് നമ്മള് ജീവിക്കാൻ പാടില്ല. പിന്നെ അടുത്ത പോയിന്റാണ്, ഞങ്ങൾക്ക് എന്ത് വേണം? ആ സമത്വം വേണം. ഞങ്ങളെ കൊണ്ടും വിമാനം പറത്താൻ പറ്റുന്ന ലോകം ഒന്ന് അറിയണം. ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പഞ്ചായത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് കാണണം. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് പറ്റുമെന്ന് ചിലതൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങും. ദൈവപൈതൽ ചിന്തിക്കണം. നീ അതൊക്കെ ചെയ്യുമ്പോഴും നിന്റെ വീട്ടിലെ തല നിന്റെ ഭർത്താവാണ്. ഞാൻ എന്റെ എന്ന ലേവൽ പുറലോകം അറിയണം. പിന്നെ സമത്വം വേണം. ദൈവത്തിന്റെ പർപ്പസ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. അനന്തരം ശ്രദ്ധിച്ച് കേൾക്കണം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആരായി മനുഷ്യൻ? പുരുഷൻ. പുരുഷൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അവൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് ഒരു സങ്കടം. അപ്പൊ എന്താ പറയുകയാണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ കൃത്യമായിട്ട് പറയും, ഞാൻ അവന് കണ്ടോ, ഞാൻ അവന് ചില പുറത്തതാക്കാം, അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോമിസ് ആരോട് പറയാന്ന് അറിയാമോ? പുരുഷനോട് പറയാം, നീ ഇവർക്ക് ചെയ്യുന്നത് ചെയ്യണ്ട. അവിടെയാണ് നമ്മൾ പറഞ്ഞ സ്വർണ്ണക്കാരം. പിന്നെ എനിക്ക് മണിതാരെ ഓടിച്ച് ജോലിക്ക് പോകണം, പിന്നെ എനിക്ക് വീട് വെക്കണം, എന്റെ മക്കളെ പഠിപ്പിക്കണം. നിന്റെ കുടുംബത്തിലെ സകല ഉത്തരവാദിത്തങ്ങളും വിട്ടുകളഞ്ഞിട്ട് ദൈവിക പദ്ധതിക്കകത്തുനിന്ന് എന്ത് ചെയ്യുക? ഈ കാരണം പറഞ്ഞ് പുറത്തോട്ട് വരികയാണ്. വലയത്തിനകത്തുനിന്ന് പുറത്തോട്ട്. ഒരു വലയമുണ്ട്, കുടുംബം എന്ന് പറയുന്ന വലയം. ഈ വലയത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോ ഏത് തോട്ടത്തിൽ ആദമും ഹവ്വയും വൈകുന്നേരം നടക്കാൻ പോയി. അവിടെ പോയി നടക്കാൻ ഒരു ആപ്പിൾ മരം കണ്ടു, ഓറഞ്ച് മരം കണ്ടു, പിന്നെ കണ്ടു. അങ്ങനെ കണ്ട ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്തു? തന്നെ പറിച്ചു തോന്നിയ പോലെ നടന്നു. അങ്ങനെ തോന്നിയ പോലെ നടന്നു എന്നാണോ? അവരുടെ ഇഷ്ടത്തിന് നടന്നെന്നാണോ? ഹലോ, ഇവിടെ പറിച്ചപ്പോ ഈ വീട് നമ്മളെ ഓർമ്മ അറിയാമോ? ഇവിടെ എന്നാ തിന്നാൽ ഒരു വീട് കൊടുക്കും, ഈ ചേന കൊടുക്കും. നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ജോലിക്കൂടായിട്ടോ രാത്രി വൈകുന്നേരം കാര്യം നമ്മളെ അവയൊക്കെ എന്ത് ചെയ്യാം? ആദാമനെ കുളിപ്പിക്കാനും തിരിക്കാനും മറന്നുപോയിരിക്കുക. വേണമെങ്കിൽ എടുത്ത് കുളിക്കും. പക്ഷേ നമ്മുടെ ആദമ ഹവ്വയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്നാ തിന്നാലും കോഴി കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇവന്റെ വിചാരം ഇവർക്ക് എന്തോ പുതിയത് കിട്ടി സമ്മാനം വിചാരിച്ച ഈ പഴം എടുത്ത് തിന്നെ. ഹലോ, പുതിയ പഴം കണ്ടുപിടിച്ചെന്ന് വിചാരിച്ച് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്താ പറയുമ്പോ, ഈ തക്ക തുണയായിട്ട് ദൈവം ആദമിനും ഹവ്വയെ കൊടുത്തപ്പോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു തക്ക തുണ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട്, ഒരു തെറ്റ് ആ തുണയിൽ ഉണ്ടായിരിക്കുമോ? ദൈവം സൃഷ്ടിച്ചതിനകത്ത് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഊനവും ഒരു കുറ്റവും
പറയാനില്ലാത്ത പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ മനുഷ്യരുടെ പ്രത്യേകത പെർഫെക്റ്റിനകത്തു നിന്ന് ഒരു കുറ്റം കണ്ടുപിടിക്കും. അതോ ആണോ? എനിക്കറിയാം, എനിക്ക് തക്ക തോന്നിയാൽ ബ്ലസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനകത്ത് എന്ത് ചെയ്യും? ചെറിയ കുറ്റം ചെയ്യും. ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കുറ്റം നല്ലതൊക്കെ, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട് അല്ലേ? മനുഷ്യരെങ്ങനെ? ഞാനും അങ്ങനെ. ഹലോ, ആദ്യമാകാൻ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? ഇല്ലേ? ഉറക്കം പോയോ? ഉറക്കമാണെങ്കിൽ ഉത്തരം പറയും, ഉറക്കം പോയാൽ ഉത്തരം തെറ്റും. ആരും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നേ. ആ, എന്നാ എന്താ പറഞ്ഞ? നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്ന അവൾ പറിച്ചു തന്നു. ദൈവം പറയുകയാണ്, ഞാൻ തക്ക തുണി ആർക്ക് കൊടുക്കും. ഇവന് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ കുറ്റം വിധിക്കാൻ ഇവനൊരു പോയിന്റ് തപ്പിയെടുക്കും. നീ കാരണമാണ് ഈ സന്തതി എന്തിയത് എന്റെ മകളുടെ മേളി വന്നത്. നീ തന്ന അവള് എന്ത് ചെയ്തു? അത് പറയുന്നത് ദൈവത്തെ ഓർത്ത് എന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ പറയരുതേ. നമ്മൾ ചിലപ്പോ പറയാറുണ്ട്, നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്താ കെട്ടി എന്നെ വിളിച്ച് കെട്ടിച്ച് ആദമഹവ്വയാക്കി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അങ്ങോട്ട് ഇങ്ങോട്ടും തന്നെ പറയാറോ അല്ലെ? നമ്മളതിന്റെ അടിമയൊക്കെ വന്ന സമയത്ത് അമ്മ അതിനേക്കാൾ പോയിട്ട് കണ്ടുപിടിച്ചോണ്ട് അമ്മ റേഷൻ കട പോയിട്ട് നമുക്ക് കണ്ടുപിടിച്ചതാ അമ്മ. എന്റെ തലയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യും? കുറ്റം പറയാനുള്ളതോ. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശത്രുവിന്റെ തന്ത്രം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എവിടെയാണെന്ന് അറിയാമോ? ഏകാന്തത ഉണ്ടാകുന്ന ഇടത്ത്. എന്തുണ്ടാകുന്ന ഇടത്ത്? ജോലിക്ക് വേണ്ടി ഭാര്യയുടെ പോവും. ഹലോ, ദൈവം എന്തിനാ അവിടെ തക്കമനാക്കി ആക്കിയത്? ഇവളിങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആദമ ഹവ്വയോട് പറഞ്ഞത് അത് തൊഴുക പോലും. ആക്ച്വലി ദൈവം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിട്ട് എവിടില്ല, ബൈബിളിലില്ല. പക്ഷെ ഈ ആദ്യം ഏത് നോട്ടം കണ്ടതാരാ? എന്തായാലും പറയാൻ മടി, എന്ന് പറ. ആദ്യം കണ്ടതാരാ ഏത് നോട്ടം? ആദം. അതിനുശേഷമല്ലേ ഹവ്വ കാണുന്നേ. അപ്പൊ ഈ ഹവ്വയോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്വഭാവം ചാടിപ്പൊളിയൊക്കെ പോകുന്ന കണ്ടപ്പോഴേ ആദമിനറിയാം ഇവിടെ പോയിട്ട് ആ പഴം പറിക്കും, ആ ഭാഗത്ത് പോകാൻ സാധ്യത. അതുകൊണ്ട് ആദം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, ഈ പക്ഷേ ദൈവത്തെ ഓർത്ത് ആ പഴത്തെ മാത്രം ചെയ്യരുത്, ഉടരുത്, നോക്കുക പോലും ചെയ്യരുത്. ഇവിടെ കൃത്യമായിട്ട് ആ പഴം പറഞ്ഞു വന്നെങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അന്നേരം പോയില്ലേ? ആദമ ഹവ്വയും കൂടെ നിൽക്കുമ്പോ ആ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം പറിക്കാൻ ആദം സമ്മതിക്കുമോ? അപ്പൊ ആദം അടുത്തില്ലാത്തപ്പോഴല്ലേ ഇപ്പൊ പോയി പറിച്ചേ? എന്നിട്ട് അച്ചാച്ചൻ നിൽക്കുന്നിടത്ത് കൊണ്ട് കൊടുത്തില്ലേ? അച്ചാച്ചൻ എവിടെ നിന്നാന്ന് ചോദിക്കാതെ കഴിച്ചില്ലേ? അതിനർത്ഥം അച്ചാച്ചൻ അടുത്തില്ലായിരുന്നല്ലേ? ഏകാന്തത കൊണ്ടുവരുന്നതിനകത്ത് പിശാചിന് പദ്ധതി ഉണ്ടാകും. കുടുംബത്തിനകത്ത് ഒരു സെപ്പറേഷൻ കൊണ്ടുവരുമ്പോ വചനം പറയുന്നു, പ്രാർത്ഥനയ്ക്കല്ലാതെ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കരുത്. ഹലോ, എന്താ പറഞ്ഞതിന് അർത്ഥം? നീ പ്രാർത്ഥിക്കാൻ, ഞാനുമായി സംവാദിക്കാൻ വരുമ്പോ മാത്രമേ ഭാര്യയും ഭർത്താവും ചെയ്യാവൂ, അകന്നിരിക്കാവൂ. ഇപ്പൊ നമ്മളവിടെ പോവാം, ഒറ്റക്കാലം നിൽക്കാൻ യൂറോപ്പിൽ പോവാം. ഒറ്റക്കാലം നിൽക്കാൻ എനിക്ക് വീട് പണിയുന്ന കാർ മേടിക്കണം, എനിക്ക് മറ്റുള്ളവരെ പോലെയൊക്കെ ആകണം, ഞാൻ എങ്ങോട്ട് പോകാൻ കുടുംബത്തെ വിട്ടേച്ച് ഞാൻ എന്ത് ചെയ്യാം? ഒരു ഏകാന്തതയിലേക്ക്. ഈ ഏകാന്തതയെ പിശാച് ചൂഷണം ചെയ്യും. അതുകൊണ്ടാണ് ഏകനായി ഇരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടത്. ആരെ? മനുഷ്യനെ. ഏകാന്തത വളരെ ദൂഷ്യം ചെയ്യും. എപ്പോഴും തിരിച്ച് കളിച്ച് അവർ നടക്കാറുണ്ടോ? ഒരു 24 മണി കണ്ണു തുറന്നാൽ തൊട്ട ചിരിയും കളിയുമാണ്. അല്ല, ഇവന്റെ പോക്കും വരവും നടപ്പും ഇരിപ്പും അപ്പച്ചനും അമ്മച്ചിയും അങ്കിളും അമ്മയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 5 മിനിറ്റ് 24 മണിക്കൂറിനകത്ത് ഒരു 5 മിനിറ്റ് അവൻ ഡെസ്പായ ആരെങ്കിലും അവിടെ നിർമ്മിക്കില്ലേ? അതാ ഏകാന്തത. ആ സമയത്ത് പലരും അവൻ സ്നേഹിക്കും. നമുക്ക് തോന്നാത്ത എന്നെ ആരും സ്നേഹിക്കുന്നില്ല.
എന്ന് പറഞ്ഞാൽ നമ്മൾ പിണങ്ങി പോകാറില്ലേ? ആ പിണങ്ങി പോകുന്ന ഏകാഗ്രതയുടെ സമയത്താണ് എനിക്ക് ജീവിതം വേണ്ടത് എന്ന് തോന്നുന്നത്, എനിക്ക് ഇവിടെ വിട്ട് പോകണമെന്ന് തോന്നുന്നത്. ഒരിക്കൽ എന്റെ പെങ്ങളുടെ കുഞ്ഞിനെ മൂത്തവനെ ഈ വെക്കേഷൻ വന്നപ്പോ അവള് കുളിക്കാനായിട്ട് അങ്ങനെ പോവാം. ഇവരെന്ത് ചെയ്തു? ആ ബോളെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. ഈ വിദ്യയിൽ അങ്ങനെ കൊണ്ടിട്ട് ഇവിടെ നേരെ തോന്നി ചെയ്തു. അത് നമുക്ക് വേദനിച്ചു. അവൾ ഈ ബോളെടുത്ത് നേരെ പറമ്പിലോട്ട് ചെയ്തു. ജനലിൽ കൂടെ പറഞ്ഞു. അത് സാക്ഷ്യം പറഞ്ഞില്ലേ, ഇവൻ ഇറങ്ങി ജനലിൽ കൂടെ ഇറങ്ങണമെന്ന്. ആ ജനലിൽ കൂടെ പറഞ്ഞു. ഇവൻ ഞാൻ ചെന്നപ്പോ എന്നോട് പറയാ, അച്ചു ഞാൻ ചിന്തിച്ചു ആ ബോള് പോയതുപോലെ ഇവിടെ നിന്ന് ചാടിയാൽ ആ ബോൾ എനിക്ക് എടുത്തുകൊണ്ട് വരാലോ? പറ്റുമോ? പറ്റില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് വന്നൊരു ഏകാന്തത ചിന്തയ്ക്കകത്ത് നിന്ന് വിശാല കൊണ്ടുവന്ന ചിന്തയാണ്. പക്ഷെ അവിടെ ദൈവം അവനെ വിടുവിച്ചു. അവനങ്ങനെ ചിന്തിച്ചില്ല, ചെയ്തില്ല. ഇത് ഇവളോട് പറഞ്ഞപ്പോഴാ ഇവള് ചിന്തിക്കുന്ന ഇവൻ ഇങ്ങനെയൊക്കെ ഇവിടെ ദേഷ്യം വന്നിട്ട് ബോളെടുത്ത് കളഞ്ഞതാ, ഇവൻ ചാവാൻ വേണ്ടി പറഞ്ഞോ? അല്ല. പക്ഷെ പിശാച് ആ ഏകാന്തതയെ ചൂഷണം ചെയ്തതോ? ഇത് തന്നെയാണ് കുടുംബ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. വേർതിരിക്കുന്ന സമയത്ത് നമുക്ക് അത് പോരാ എന്ന് തോന്നും, നമുക്ക് ലഭിച്ചതൊന്നും നല്ലതല്ല എന്ന് തോന്നും, നമ്മുടെ ഭർത്താവിന് നമ്മളെ ഒരു കഴിവില്ലെന്ന് തോന്നും, നമ്മുടെ ഭർത്താവിന് സമ്പത്തില്ലെന്ന് തോന്നും, നമ്മുടെ ഭർത്താവിന് സൗന്ദര്യമില്ലെന്ന് തോന്നും. ഭാര്യ എന്ന് പറയുന്ന വ്യക്തി വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? സ്ത്രീകളെ കുറിച്ച് വാക്യമുണ്ട്. എന്താ? സ്ത്രീ ബലഹീന പാത്രം എന്ന് പറഞ്ഞ് അതിനിപ്പോ നിങ്ങൾ ആരൊക്കെ റബ്ബർ വെച്ച് മായ്ച്ചു കളഞ്ഞാലും ആ വാക്കം മാറും. വചനം പറയുന്ന സ്ത്രീ ബലഹീന പാത്രം. ചെറിയ വിഷയങ്ങളിൽ അവർ ചെയ്യും. അവർ ജയിച്ചാലും കാര്യം, തോറ്റാലും ഓട്ട മത്സരത്തിൽ ജയിച്ചാലും അവർ ചെയ്യും കാര്യം. തോറ്റു പോയാലോ അപ്പുറം കാര്യം. ഇതെന്തിനാ കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യാറില്ല, പ്രേരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ജയിച്ചുള്ള കാര്യം ആ ജയിച്ച സന്തോഷം എനിക്ക് കരയാതില്ലേ കണ്ടോ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എന്താ ഒറ്റയ്ക്കായി പോകില്ല. അമ്മച്ചി എന്നെ വഴക്ക് പറയും, എന്നോട് ആർക്കൊന്നില്ല. ആ 5 മിനിറ്റ് കൊണ്ട് അമ്മച്ചിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തോ ഒരു പ്രശ്നം എന്റെ വാക്കുകൊണ്ട് എന്ത് ചെയ്തു വന്നു അല്ലേ? അതൊരു മാതാവിനും പിതാവിനും അറിയാവുന്നത് പോലെ തന്നെ ദൈവത്തിനും അറിയാം. ദൈവം നോക്കിയപ്പോ ആദമ ഏകനായിരിക്കുക. ഇത്രയും നേരം ഏറത്തോട്ടത്തിൽ കൂടെ വെള്ളത്തിലും പറഞ്ഞ് മൃഗങ്ങളെ കൂടെ കളിച്ച് നടന്നവൻ ദൈവത്തിന് ഒറ്റയ്ക്ക് മാറി. അപ്പൊ ദൈവം പറഞ്ഞ ഭൂമി സംരക്ഷിക്കേണ്ടതാണ്. നിനക്ക് കൂടെ നടക്കാൻ, നിനക്ക് എൻജോയ് ചെയ്യാൻ, നിനക്ക് ഞാൻ തക്ക ഊനായിരിക്കും എന്ന് പറഞ്ഞ ദൈവം കൊടുത്ത സമ്മാനമായത്. പക്ഷെ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ആ സമ്മാനം ചെയ്തു. ഒരു ചെറിയ സമ്മാനം ദൈവം കൊടുത്തതാ. ഏത് തോട്ടവും കളഞ്ഞ് 4 നദിയും കളഞ്ഞ് ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി വേലി കെട്ടി ദൂരമായാക്കി. ആര് തന്നതാ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തോട് ഇതോട് വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ പറയാറുള്ള വാക്കുകൾ ഇതൊക്കെയാണ് സാമ്യമില്ലേ? ഇന്ന് തുടങ്ങിയതല്ല, അന്നേ തുടങ്ങിയതാണ്. അപ്പോ ഇതെന്തിനാ പറയുന്നത് അറിയാമോ? നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാ. അത് രസകരമായിട്ടൊക്കെ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. എന്നാൽ നമ്മൾ അതിനൊപ്പം ചിന്തിക്കുന്ന ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ തിരുത്താൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് കേട്ടിട്ട് കാര്യമുള്ളൂ. ഞാൻ തന്നെ ആയിട്ടിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചാൽ വെറുതെ എന്നെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുന്നത് മാത്രമേ. എന്റെ ജീവിതത്തിൽ ഒരു ഗുണം കാണത്തില്ല. ദൈവം പറഞ്ഞാൽ നിങ്ങൾ നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് എന്റെ നായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ സ്ത്രീ കണ്ടു. ഇവിടെ പറഞ്ഞപ്പോ തൊട്ട് ആലോചിക്കുകയാണ്, ഇത് ഭയങ്കര സംഗതിയാണ്. ഇത് അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യരുത്? വെറുതെ ഇരിക്കുമ്പോ ഫോണിൽ എന്ത് ചെയ്യരുത്? തോന്നിക്കൊണ്ട് ഇരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആര് കഴിയും? ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. പുള്ളി പറയുന്നതിനകത്ത് ഒരു കാര്യം ചെയ്തത് മറ്റൊരു കാര്യം പറയാം, എന്നാലും പപ്പ അത് പറഞ്ഞെങ്കിലും അറിയുമെന്ന് നോക്കണമല്ലോ, അറിയണമല്ലോ. ഈ കരണ്ട് അടിക്കുമോ എന്നുള്ള കാര്യം സ്വിച്ച പിടിച്ച് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച പിടിക്കുന്നത് മാർജിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുള്ളി എഴുതി പിടിക്കും. അപ്പൊ ഒരു അടി കിട്ടി കഴിയുമ്പോ ഒരിക്കൽ കലാഭവൻ പണി
തന്റെ അനുഭവം പറയുന്ന സമയത്ത് ഇതിനകത്ത് പറയുന്നോട് പറയാം. പുള്ളി പറയുന്നത് പോയിന്റ് ഉണ്ട്. പുള്ളിയുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. അന്ന് ആ കാലഘട്ടങ്ങളിൽ പുള്ളിയുടെ വീട്ടിൽ കരണ്ട് വന്നു. അപ്പോ മുറ്റത്തൊരു വെട്ടം, റൂമിനകത്തൊക്കെ ഓരോ ബൾബ്, അടുക്കളയിൽ ബൾബ്, അങ്ങനെയൊക്കെയല്ലേ ആദ്യ കാലത്ത് കരണ്ട് വെച്ച് തിരിച്ചു പോയി. ക്രിസ്മസ് വരണം, നമ്മുടെ മരത്തെ ഒരു ലൈറ്റ് വരണമെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് നാളെ നമ്മളൊന്ന് പുറകില്, അടുക്കളയില്, ഹോളില്, മുറ്റത്ത്. ഈ ഹോളും അടുക്കള അപ്പുറം ഇവിടെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ക്രിസ്മസ് വന്നാലാണ് മരത്തിന്റെ മേളിൽ ഒരെണ്ണം വരത്തുള്ളൂ. ആ കാലഘട്ടത്തിൽ കരണ്ട് കിട്ടിയ സമയത്ത് ഈ പ്ലഗിനകത്ത് വേട്ടാവളി എന്ത് ചെയ്തു? കൂട് വെച്ചു. വേട്ടാവളിയും കൂട് വെച്ചു. അപ്പോ അതിങ്ങനെ വെളുത്തിരിക്കുകയാണ്. അപ്പനറിയാം വേട്ടാവളി എന്ന് പറയുന്നത് കൂട് വെച്ച് കഴിഞ്ഞാലാണ് ഈ വെള്ളപ്പാട് വരത്തുള്ളൂ. അത് കുഴി അടയ്ക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ മണിയാണോ മണിയുടെ അനിയനാണോ പറഞ്ഞത്? അപ്പൊ അത് അങ്ങനെ ശരിയാവില്ല, അത് നമുക്ക് കുത്തിക്കളയാക്കാൻ പറഞ്ഞു. അപ്പൊ മണിയുടെ അപ്പൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇമ്മാണി എടുത്തോണ്ട് വന്നിട്ട് അതിനകത്ത് വേട്ടാവളിനെ ഒറ്റ അടി ഇടിക്കുമ്പോ പുള്ളി തെറിച്ച് കോളി വേണ്ട പറയാം, മണിയെ ഈ വേട്ടാവളി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഒറ്റ കുത്തു കുത്തിയപ്പോ ഞാൻ ചെയ്തു അരി വേട്ടാവളിയിലാണ് കുത്തിയേ. ചില കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കി എന്ത് ചെയ്തോളൂ, തോമസിന്റെ ആൾക്കാരാണ് വിശ്വസിക്കത്തുള്ളൂ. ഒരു കാര്യം ചെയ്യരുതെന്ന് ഭാര്യമാരോട് ഭർത്താക്കന്മാർ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കത്തില്ല. അത് ചെയ്തു നോക്കണം, ഒന്ന് വാങ്ങി ഇരിക്കാനത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 3:6 പറയുകയാണ്, ഫലം പറിച്ചു കൊടുത്തു. ഫലം ആർക്ക് പറിച്ചു കൊടുത്തു? തന്റെ ഭർത്താവിന് കൊടുത്തു. ഇപ്പം പറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങി കൊടുക്കുക. ആപ്പിള് വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആപ്പിള് വാങ്ങുന്ന സമയത്ത് കൂടെ ആളില്ല എന്നല്ല അർത്ഥം. അങ്ങനല്ലേ? ഓറഞ്ച് വാങ്ങി കൊടുത്തു, അഭിയോഗത്തിൽ സ്കൂളിൽ പോയി, നിങ്ങൾ വരുന്ന വഴിക്ക് അക്കമാരി ഓറഞ്ച് മേടിച്ചു. അപ്പൊ വാങ്ങി കൊടുത്തു, ആപ്പിള് പറിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ കൂടെ ഇല്ലാത്ത ആൾക്ക് കൊടുക്കുന്നത് അവര് ചെയ്തു. പുള്ളിക്കാരി അവരുടെ സ്വപ്നം കണ്ടത് ഈ പഴം പറഞ്ഞുകൊണ്ട് ആറും ചെയ്തു. ആർക്കും എടുത്തിരുന്നു, ഭർത്താവിന്റെ എടുത്തിരുന്നു. എന്ത് കിട്ടിയാലും തിന്നെ കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു ഗുണം ആർക്കുണ്ട്? അവരുണ്ട്. അപ്പൊ അതിനർത്ഥം അവൾ സ്വയമായി ഇതൊന്നും ഭക്ഷിച്ച് അവരുടെ ഇഷ്ടത്തിന് നടക്കുമല്ല. നമ്മളെന്ത് പറിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവിന് കാരണം എന്താ? നിങ്ങൾ തക്ക തുണയായിട്ട് ആദവന് ദൈവം കൊടുത്തതാണ്. അപ്പൊ അവനെ തീരി കൊടുക്കുക, അവനെ സന്തോഷിപ്പിക്കുക, അവന്റെ കൂടി ഇരിക്കുക, അതിനുവേണ്ടി ദൈവം സൃഷ്ടിക്കുക. അതിന്റെ വേറെ തക്ക ഗുണം. സ്ത്രീ എന്തിനാ സൃഷ്ടിച്ചത്? 3:12 വാക്യം വായിച്ച്. സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചെന്തിനാണെന്നോ? തന്റെ ഭർത്താവിനോട് കൂടെ ഇരിക്കാൻ. ഹലോ, വാക്യം വായിച്ചു. വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ. കണ്ടോ? അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തക്ക തുണയെ തരും. ഇവിടെ പറയുന്നതൊക്കെ ഇവനോട് കൊടുക്കുന്നുണ്ട്. പ്രശ്നം വന്നിട്ട് പറയുന്നത്, എന്റെ കൂടെ ഇരിക്കാൻ നീ തന്ന സ്ത്രീ. അപ്പൊ ഭാര്യ എവിടെ ഇരിക്കണ്ടേ? ഭർത്താവിനോട് കൂടെ ഇരിക്കാൻ. നമ്മളൊരു യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അറിയല്ലേ? പിന്നെ നമ്മള് അടുത്ത വരുമ്പോഴാണ് കുടുംബത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നേ അല്ലേ? പൊതുവെ മനുഷ്യരെ കാര്യല്ലേ? ഒരു ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഒരു ബിസിനസ് ടൂർ പോകണമെങ്കിൽ തിരിച്ചു വരുമ്പോ ആണ് പിന്നെ കുടുംബത്തെ ഒരുമിച്ചിരിക്കുന്നേ. കുടുംബത്തിനകത്തെ ഇമ്പം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഏകാന്തത എന്ന് പറഞ്ഞ സംഗതി വരുന്നുണ്ടെങ്കിൽ വിശാലിന്റെ പദ്ധതിയാണ്. ഏകാന്തത വന്നെങ്കിൽ മനസ്സിലാക്കിക്കോളാം, അടുത്ത പദ്ധതി ആര് ചട്ടം കെട്ടുന്നുണ്ട്? പിശാച് ചട്ടം കെട്ടുന്നുണ്ട്. നീ എനിക്ക് തന്ന സ്ത്രീ, എന്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീയാണ് എനിക്ക് ഇത് പറിച്ചു തന്നത്. സ്ത്രീയെ മനുഷ്യനോടുകൂടെ ഇരിക്കാൻ, അവന്റെ ഏകാന്തത മാറ്റാനാണ് ദൈവം നൽകിയത്. എന്നാൽ ദൈവം ഒരു ശിക്ഷ കൊടുക്കുകയാണ്. 16-ാം വാക്യത്തിൽ നോക്കാം. ഞാൻ നിനക്ക് കഷ്ടം ഉണ്ടാക്കും. കണ്ടോ?
ആരുടെ കൂടെ ഇരിക്കാനാ സ്ത്രീ ഏൽപ്പിച്ച്? ഭർത്താവിന്റെ കൂടെ. ദൈവം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചെയ്യണം, നീ അവന്റെ കൂടെ ഇരിക്കുമ്പോഴും നിനക്ക് ഞാൻ എന്ത് തരും? കഷ്ടം തരും. നമ്മൾ തലേ പറയാറില്ലേ, കെട്ടി ഇറങ്ങുന്നു തുടങ്ങിയ കഷ്ടമേ കട്ടയും പടവും മടങ്ങി എന്റെ കട്ട പോകാറുണ്ട് ഈ പുള്ളിക്കാരൻ ഉള്ളൂ അല്ലേ? അങ്ങനൊക്കെ പറയാറുണ്ട് മാറും ഭാഷയെ. എന്നാൽ 3:14 നമ്മൾ വായിച്ചത് ഇത് കഷ്ടമുണ്ടാവും. 2, ആ ശിക്ഷണത്തിന് ഒരു 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. 1, നിനക്ക് കഷ്ടമുണ്ടാകും. 2, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. 3, നിന്റെ ആഗ്രഹം നിന്റെ ഇവിടെ എവിടെയാണ് തെറ്റിപ്പോയത്? അല്പനേരം കൂടെ ഇരിക്കാതെ തീരും മാറുന്നു. അത് ദൈവം കണ്ട് ആ ഒരു കൃപ ചെയ്തു തിരികെ കൊടുത്തു. ശിക്ഷണം നടക്കുമ്പോൾ ഒരു ചെറിയ താരോടാണ്. ഹലോ, ക്ലിയറാണോ? ശിക്ഷണം നടക്കുക. എന്താ ശിക്ഷണം? ഈ വേദനയുടെ ഓർമ്മ പ്രസവിക്കും, കഷ്ടം ഉണ്ടാകും. അപ്പൊ ദൈവം പറയാണ്, ഇനി നിന്റെ ആഗ്രഹം അത് ശിക്ഷയാണോ? അല്ല. അതിന്റെ ആഗ്രഹത്തിന് ഭർത്താവിനോടാകുമ്പോൾ ശിക്ഷയാണോ? അല്ല. 2 തല്ല് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാലെ തീരുന്ന പരിപാടിയാണ്. അവിടെ ദൈവം പറയുകയാണ്, എനിക്ക് ആഗ്രഹത്തിന്റെ ഭർത്താവിനോടാകും. അവിടെയാണ് പിശാച് അടുത്ത ടാർഗറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. എങ്ങനെയെങ്കിലും ഈ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആഗ്രഹം പാടില്ല. ആ രീതിയിൽ പിശാചും അവരുടെ തന്ത്രവും തിരിച്ചറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തന്ത്രമെല്ലാം നമുക്കറിയാമെങ്കിൽ ഈ തന്ത്രമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണോ, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, അത് നമ്മൾ തമ്മിലുള്ള കോൺസെപ്റ്റാണ്. പറഞ്ഞു ആലിസാന്റി ഏലിയാമാന്റിയോട് വഴക്കിട്ടാൽ വഴക്കില്ല, ഉദാഹരണം പറയും, വഴക്കിട്ടാൽ അതിന് എഴുതി എണ്ണ ഒഴിക്കുന്ന പരിപാടിയല്ല ശ്യാമളാന്റിയുടെ. ഹലോ, 2 പേര് തമ്മിൽ വഴക്കാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇതൊന്ന് കത്തിച്ച് കൊടുത്തേക്കാം. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഇവിടെ കാണേണ്ടത് ശ്യാമളാന്റി കത്തിക്കുന്നതിന് പോലെ കാണേണ്ടത് അലിസെ നിന്റെ ജഡമായിട്ട് എലിയമ്മേ, പ്രായക്കാരാണ് ശ്യാമളാന്റി പറയാം, എലിയമ്മേ നിന്റെ ജഡം എഴുതട്ടെ. ഇത് 2 പേരും കൂടെ ചെയ്യാം, ആത്മാവിൽ ഒന്നിക്കാം. അപ്പൊ അതിനകത്ത് പറയുന്ന വാക്യത, നമ്മൾക്ക് പോരാട്ടമുള്ളത്. പക്ഷെ നമ്മള് മാസങ്ങളോളം കത്തുമേശ എടുത്താൽ നമ്മുടെ ഉള്ളിലായിരിക്കും ഈ ഏരിയമ്മ ആലിസിരിക്കും. എന്നാലും ആരാധന കഴിഞ്ഞപ്പോ എന്നോട് മാറ്റിച്ചാൽ പറഞ്ഞു, അതൊന്നും പറഞ്ഞു കൊടുക്കാവുന്ന കേസുള്ളൂ. പക്ഷെ ജഡരക്തങ്ങൾക്കകത്ത് പിശാച് സീരിയസ് ആയ മാറ്ററാക്കി മാറ്റി. നമുക്ക് മാറ്റിച്ചാലുള്ള പ്രശ്നം ഒരു പ്രശ്നമില്ല. മാറ്റിച്ചാൽ അങ്ങനെ പറഞ്ഞത് ആർക്കും അമ്മയെ വഴക്ക് ചിലപ്പോൾ പറഞ്ഞത് വഴക്ക് പറയും, അതുപോലെ നശിക്കാൻ വഴക്ക് പറയും, അല്ലെങ്കിൽ നമ്മുടെ വഴക്ക് പറയും. അതൊക്കെ മാറ്റിച്ചാൽ അവരോട് സ്നേഹമല്ലേ. അപ്പൊ ഒരു അമ്മ ചിന്തിക്കുക, എന്റെ മക്കളെ എന്തിനാണ് ആ പുള്ളി വഴക്ക് പറയുന്നത്? ആ പുള്ളി ആരാ? എന്റെ മോനെ വഴക്ക് പറയുന്നത് ജഡരക്തങ്ങളിലല്ല ഇത് എടുക്കണ്ടേ. ഇത് എടുക്കേണ്ടത് എന്റെ കുഞ്ഞ് നന്നാകാൻ ആത്മാവിൽ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രശ്നമില്ല. പിശാച് എന്ത് ചെയ്താൽ ഈ സംഗതി തരത്തില്ല. ബാക്കിയൊക്കെ പറയും, ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, ഞങ്ങൾക്ക് വാഴ്ചകളോ അധികാരങ്ങളോ ആണ്. എന്നാൽ ആ പുള്ളിനെ ഞാൻ നേരി കണ്ടാൽ എന്ത് ചെയ്യും? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. എന്താ അതിനർത്ഥം? നമ്മുടെ പ്രവൃത്തിയൊന്ന്, നമ്മുടെ വചനം വേറെ. ഇവിടെ ചിന്തിച്ചേ, ആദവും ഹവ്വയും തമ്മിൽ പ്രവൃത്തിയിൽ തെറ്റിയപ്പോഴാണ് ദൈവ ശിക്ഷണ നടപടിയിലേക്ക് വന്നത്. ദൈവ ശിക്ഷണ നടപടി ചെയ്തപ്പോൾ അതിന്റെ കുറ്റവും കൃത്യമായി കണ്ടുപിടിച്ചു. എന്താണ് ഈ തെറ്റ് ചെയ്യാനുള്ള കാരണം? ഇവള് അവന് തക്ക തുണയായിട്ട് കൊടുത്തതാണ്. അവന്റെ കൂടെ ഇരിക്കാതെ ഇവള് തോട്ടത്തിൽ കൂടി നടന്നു. അതുകൊണ്ട് ഇവളുടെ ആഗ്രഹം ഫലത്തെ നോക്കി അവൾ പറഞ്ഞു, അത് നല്ലതാണ്, തിന്മാൻ കൊള്ളാവുന്നതാണ്, കാഴ്ചക്ക് കൊള്ളാവുന്നതാണ്. ഇതൊക്കെ പറയേണ്ടത് ആരെ കുറിച്ചാണ്? തന്റെ പ്രിയവരെ കുറിച്ചല്ലേ. ദൈവം എവിടെയാക്കിയേ? ഇവിടെ എവിടെയാ നോക്കുന്നേ?
പുറകെ നോക്കി നടക്കുക. ദൈവം പറയുകയാണ് ശിക്ഷണം കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, നിന്റെ ആഗ്രഹം ഇനി നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലല്ല, നിന്റെ ഭർത്താവിനോടാകും. ആ തെറ്റ് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് ദൈവം ചെയ്യാം, ഒരു തോട്ടത്തിൽ പുറത്താക്കുകയാണ്. ആ നന്മകളും അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടമായി കഴിയുമ്പോ എനിക്ക് മനസ്സിലായി, ഇനി എന്നെ സഹായിക്കാൻ ആരോടു ദൈവമല്ലെന്ന് എന്നെ ഭർത്താവ്. ആ ഒരു തിരിച്ചറിവ് എന്നുണ്ടാകുന്നു. അന്ന് വരെ എന്ത് ചെയ്യും, ഈ പ്രശ്നം ഇങ്ങനെ പുറഞ്ഞോണ്ടിരിക്കും. എന്ത് തിരിച്ചറിവ് ആദ്യം വരട്ടെ? എന്ത് തിരിച്ചറിവ് ആദ്യം വരട്ടെ? ഭർത്താവ് എനിക്ക് ഉള്ളതെന്ന്. എന്ത് പ്രശ്നം വന്നാലും എന്റെ ഭർത്താവ് മാത്രമേ കൂടെ ഉള്ളതെന്നുള്ള ചിന്ത വരുന്നോ, അന്ന് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം എന്താ? നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകുന്ന സ്റ്റേറ്റ്മെന്റ് ദൈവമാണ് ചെയ്തേ, എന്നിട്ടാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അപ്പൊ പിശാച് എവിടെ കൊണ്ടുപോയിരിക്കുക? നമ്മുടെ ഹൃദയത്തെ ഭർത്താവിൽ നിന്ന് അകറ്റി സ്വന്തം കാര്യം, സമത്വവും, വീടും, ജോലി, കാറും, പിന്നെ മക്കളെ ഓടിക്കാറിയ കുഴപ്പമില്ല, ദൈവം സൃഷ്ടിച്ച ഒന്നും ആർക്ക് വേണ്ട, കുടുംബത്തിനകത്ത് വേണ്ട. പിശാച് പോയ വഴിയാണോ? അതാ പറയുന്നേ, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ സിമ്പിളാണ്, വളരെ പവർഫുള്ളാണ്. ഇത് സിമ്പിളാണ്. ചെറിയ വിഷയങ്ങളിൽ ഏകാന്തത സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യും? എന്നോട് അത്രയും സ്നേഹമില്ലെന്ന് പിശാച് എന്ത് ചെയ്യും? ഉള്ളിലോട് എന്ത് ചെയ്യും? സ്ക്രൂ ചെയ്ത് എന്നെ എന്നോട് അത്ര സ്നേഹമില്ല, എന്നോട് ഒട്ടും സ്നേഹമില്ല. ആര് പറയും? അമ്മയല്ല, പിശാച് പറയും. ഭാര്യ പറയും, ഭർത്താവിന് എന്നോട് ഇപ്പൊ എന്തില്ല, ആദ്യം സ്നേഹമൊന്നും ഇല്ല, ഇപ്പൊ കുറഞ്ഞു, പുള്ളി പഴയ പോലൊന്നും അല്ല, ഇപ്പൊ പണ്ടത്തെ പോലെ മാതിക്കാൻ എന്ത് ചെയ്യുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. രാവിലെ വെട്ടം പോയാലും വൈകുന്നേരം വരുന്നില്ല, എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ അഭികൊണ്ടുമല്ല എന്നൊക്കെ ആര് പറയും. അപ്പൊ ഏകാന്തത ഫീൽ ചെയ്യും. പിന്നെ തൊടുന്നത് പിടിക്കുന്നത് ഒക്കെ പറയുന്നല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഹലോ, ഇത് പിശാചിന്റെ പദ്ധതിയാ, തിരിച്ചറിഞ്ഞോ? എന്ന് നീ ഒറ്റയ്ക്കായെന്നുള്ള ചിന്ത, മക്കളില്ല, ആരില്ല കൂടെ, ഇതേപറ്റി ഞാൻ ഒറ്റയ്ക്ക് കർത്താവ് ജനിച്ച കാലം തൊട്ട് ആരോടാ പറയുന്നത്? ഉണ്ടാക്കിയ കർത്താവിനോടാ പറയുന്നത്. ഞാൻ ജനിച്ച കാലം തൊട്ടേ ഒറ്റയ്ക്ക, നീ എന്റെ മരണം വരെ ഞാൻ എന്താ ഒറ്റയ്ക്ക. ഇവിടെ പറയുകയാണ്, ഇനി ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. ആമേൻ. എന്നാൽ പിശാച് ആദ്യം തന്നെ ഈ മൂന്ന് കാര്യങ്ങളിൽ ദൈവം പറഞ്ഞ ഈ മൂന്ന് കൽപ്പന, ഒന്ന് വേദനയോടെ നമുക്ക് അനുഭവിക്കും, രണ്ട് കഷ്ടത നിനക്കുണ്ടാവും, മൂന്ന് എന്താ പറയുക, നിന്റെ ആഗ്രഹം പിശാചാദ്യം തന്നെ പാനിട്ടു. എന്താ പറയാമോ? ഈ മൂന്ന് കാര്യം ധരിക്കണം. ഇവരെ ആദ്യം വേദനയൊക്കെ പുറത്താക്കാനുള്ള പദ്ധതി ആരുണ്ടാക്കി? പിശാചുണ്ടാക്കി. അടുത്ത പിശാചിന്റെ പദ്ധതി എന്താ പറയാമോ? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, 21-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്നതായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നോക്കിക്കോ. ഒന്നാമത്തെ കാര്യം, നീ കഷ്ടപ്പെട്ടാൽ നിന്റെ കഷ്ടം മാറും എന്ന ബോധ്യം സ്ത്രീകൾക്ക് പിശാച് കൊടുക്കും. മോളെ, നീ കഷ്ടപ്പെട്ടാലേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്റെ കാര്യം ആര് പറയുന്നു? പിശാച് ഉള്ളിലിരിക്കുന്നവള്, കൂട്ടുകാരി, കൂട്ടുകാരൻ, അപ്പൻ, അമ്മ, ഇവരൊക്കെ വിചാരിക്കില്ലേ? ഇരിക്കും, വന്നിട്ട് പറയും, അവരൊന്നും നോക്കൂന്നൊന്നും തിരിയണ്ട, വിചാരിക്കണ്ട, സ്വന്തം കാലം നിൽക്കാനുള്ള പരിപാടികളെല്ലാം നോക്കിക്കോ. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം ഡയറക്റ്റ് ആയിട്ട് അപ്പനോടും അമ്മയോടും ആദിമ പിതാക്കന്മാരോടും പറഞ്ഞത്, നിനക്ക് കഷ്ടമുണ്ടാകും, ബിക്കോസ് നീ ചെയ്ത പ്രവൃത്തി നിമിത്തം. അടുത്ത നമ്മുടെ നാട്ടിലെ കൂട്ടുകാരെന്ന് പറയുന്ന സ്വന്തം കാലത്തിലെ കാര്യം നോക്കാം. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? വേദനയോടെ. 21-ാം നൂറ്റാണ്ടിൽ ഒരു ഓപ്പറേഷന്റെ വേദനയിൽ മക്കൾ പുറത്തു വരും. ഹലോ, ഒന്ന് കീറുന്ന വേദനയ്ക്കകത്ത് മക്കൾ പുറത്തു വരും. വേദന ഇല്ലാതെ വരും. എന്നാൽ ഒരു സാധാരണ പ്രഗ്നൻസി ആണെങ്കിലോ, ഡെലിവറി ആണെങ്കിലോ
ഒരമ്മയുടെ ശരീരത്തിനകത്തുള്ള സകല എല്ലും വലിയുമെന്ന ശാസ്ത്രം പറയുന്നത്. ഒരു എല്ല് പോലും വേദന അറിയാതിരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ദൈവം പറഞ്ഞതിനെ നിസ്സാരവൽക്കരിച്ച് ശാസ്ത്രത്തെ വളർത്തി പിശാച് ഇന്ന് ആ വേദന ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? കുടുംബത്തിനകത്ത് മക്കളോട് സ്നേഹമില്ല. സ്നേഹമുള്ള തള്ളയാണ് പറയുന്നത്, ഞാൻ നൊന്ത് പെറ്റതാടാ. ഇപ്പൊ പറയുമോ? മര്യാദക്കുള്ള ബോഡിക്ക് ഉണ്ടാക്കും. ഹലോ, വയറുന്നുണ്ടോ? ആ, എന്താ കാര്യം? വേദന, ഈ മുറിവിന്റെ വേദന മാത്രമേ ഉള്ളൂ. എല്ലുകൾ വലിഞ്ഞില്ല, ശരീരത്തിന്റെ ജീവൻ പോയില്ല. പണ്ട് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന ആർക്കാണെന്ന് അറിയാമോ? പുറത്ത് നിൽക്കുന്ന ഭർത്താവിനെ പുറത്ത് നോക്കിയാൽ മതി. പുള്ളിപ്പോ പ്രസവിക്കുന്നതില്ല, കസേരയിരിക്കുന്നേ. കാരണം എന്താ അറിയോ? ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഞരമ്പ് പേശികൾ വലിഞ്ഞു മുറുകി ആണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭർത്താവിന്റെ ഉള്ളിൽ എനിക്ക് മക്കളെ അവിടെ കൂടെ തിരിച്ചിരിക്കുന്ന ഭയമാണ്. ഏതെങ്കിലും ഒന്നായി പോയാലും എനിക്ക് പറ്റത്തില്ല, എനിക്ക് രണ്ടിനും വേണം. ഈ ഒരു ആകുലതയിൽ വന്നിരിക്കുക. ചായ കുടിച്ചോ? ആര് ചോദിക്കുക? പുറത്ത് നിൽക്കുന്ന ഭർത്താവിനോട് വാസ്തു വന്നിട്ട് ചോദിക്കുക, ചായ കുടിച്ചോ? ഇല്ല വാസ്തു. ഇന്നലെ രാത്രി വരെ കഴിച്ചോ? ഇല്ല വാസ്തു. പ്രാർത്ഥിച്ചോ? ഇല്ല വാസ്തു. എനിക്ക് ഒന്നിനും പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അകത്ത് കിടക്കുന്ന ഭാര്യ സ്ട്രെച്ചറെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോ ആ കയ്യിൽ പിടിക്കും. അല്ലേ? ആ പിടിക്കുന്നതോടുകൂടി കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവും, ഞാൻ പോവാട്ടോ, ഇനി ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പും എനിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്തോളൂ? പ്രാർത്ഥിച്ചോളൂ. ഇവിടുത്തെ പുള്ളിയുടെ ഗ്യാസ് പോയിട്ട് ആ പുള്ളി ചെയ്യുന്നേ, പുറത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് പുറത്ത് നിൽക്കുന്നേ. ആ പുള്ളിയുടെ വാസം ചോദിച്ചു, ചായ കുടിച്ചോ? എങ്ങനെയാണ് പ്രസവിച്ച ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു ചായ കുടിക്കാൻ, അല്ലേ? നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും. നീ വേദനയോട് മക്കളെ പ്രസവിക്കുകയും നിനക്ക് കഷ്ടതയുണ്ടാവും. ഞാൻ നീ വിചാരിച്ചാൽ ദൈവം പറഞ്ഞതിനെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ പിശാച് ആഗ്രഹിക്കുന്ന വഴിയിൽ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടത വർദ്ധിക്കും. ഒരിക്കലും കഷ്ടതയുടെ ഭാരം കുറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ എഴുതുന്നതൊന്നും ഒരാളുടെ പുസ്തകത്തിൽ നോക്കി എഴുതുന്നതല്ല. ഞാനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു മൊത്തം. ആമേൻ. അത് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ പപ്പ വിചാരിക്കും മനുഷ്യരുടെ ഞാനും കിട്ടിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യാം, അതുകൊണ്ടൊന്നുമില്ല. ബുക്സ് ഒക്കെ എന്ത് ചെയ്യാം, പലരും എഴുതിയ ബുക്സ്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, പലരും എഴുതിയ ബുക്സ് അവന് ദൈവം കൊടുത്ത ഞാൻ എനിക്ക് തരാൻ ദൈവത്തിന് പറ്റത്തില്ലേ? ആ ബുക്ക് എഴുതിയവനേക്കാൾ അല്ലെങ്കിൽ ശാസ്ത്രം കണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞനേക്കാൾ ജ്ഞാനം തന്റെ ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തെങ്കിൽ എനിക്ക് തരാൻ കഴിവില്ലാത്ത ദൈവത്തെ പറ്റി ഞാൻ എന്താ പറയുന്നു? അപ്പൊ അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സമകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് നമ്മൾ രൂപാന്തരം വരുത്തിയാൽ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാം. ആമേൻ. മൂന്നാമത്, ഒരു ഭർത്താവ് മാത്രം പോരായിരുന്നു, സ്ഥിരമായ ഒരു ഭർത്താവിന് കീഴടങ്ങിയിരിക്കരുതെന്നുള്ള പുതിയ തിയോളജി ഇന്ന് പിശാച് ലോകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വചനം പറഞ്ഞാൽ നിന്റെ ആഗ്രഹം ഇപ്പൊ ആരെ കൊണ്ടെന്ന് അറിയാമോ? ബെസ്റ്റി. ഹലോ, ഇപ്പൊ ആരുണ്ട്? അതിചേർന്ന് അറിയത്തില്ല. ഞങ്ങളുടെ യുവത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഭാര്യ ഉള്ളപ്പോ തന്നെ, ഒരു ഭർത്താവ് ഉള്ളപ്പോ തന്നെ ഒരു ബെസ്റ്റി ഉണ്ട്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അല്ല, അതിനു മേലെ ഒരു ഇടമുള്ള ഒരാൾ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞ് കൂട്ടുകാരുടെ അടി പഠിച്ചു കഴിഞ്ഞ് നീ എവിടെ അടി പോയെ, അങ്ങനെയൊക്കെ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ കേറിക്കോ, എവിടെ വണ്ടി ഞാൻ എവിടെ കൊണ്ടുപോകാം, ബീച്ചിൽ കൊണ്ടുപോകാം. അത് സാധാരണ ചെയ്യുന്നവരാ, അതിചാരക്കാർക്ക് ചെയ്യുന്നവരാ, ഭർത്താക്കന്മാരാ. ഇന്ന് ഞങ്ങൾക്ക് വേറൊരാളുണ്ടെങ്കിൽ അവരുടെ പേര് ബെസ്റ്റി. എടാ എനിക്ക് തുണിയില്ല, ഭാര്യ ആരോടെ വിളിച്ചു പറയുന്നത്? ബെസ്റ്റിയോട്. ബെസ്റ്റി എന്ത് ചെയ്യും? ഇവിടെ അളന്നോ തുണി? ഞാൻ ബെസ്റ്റി അറിഞ്ഞേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പുള്ളിയുടെ പേര് ബെസ്റ്റി. പിശാച് പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഭർത്താവിനോടാണ്. കാലത്തിനനുസരിച്ച് ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ പിശാച് കേച്ചി. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, പക്ഷെ അതിനിടയ്ക്ക് ആരുണ്ട്? ഒരു ബെസ്റ്റി വന്നിരിക്കുക. അപ്പോ ദൈവമക്കളായ നമ്മള് അത് തിരിച്ചറിഞ്ഞ് പെരുമാറുവാനിടയായി ചെയ്യണം. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ തെറ്റിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്
കല്യാണം കഴിക്കുന്നു പറഞ്ഞ് നീ അവന്റെ അടിമയൊന്നുമല്ല കേട്ടോ. ഹലോ, നീ ആരല്ല? അടിമയൊന്നുമല്ല. നീ എന്ത് ചെയ്യരുത്? താന്നു കൊടുക്കരുത്. എന്ത് ചെയ്യരുത്? താന്നു കൊടുക്കരുത്. 2 ദിവസം വെള്ളം കൊടുക്കണം. അവൻ തന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട്. ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു വന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു കൂട്ടുകാരനോട് പറഞ്ഞു തന്റെ ഭാര്യയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം. തന്റെ ഭർത്താവ് ഒരു കാര്യം ചോദിച്ചപ്പോ തന്റെ ഭാര്യയുടെ ബർത്ത്ഡേ, അതല്ല പറയാം, തന്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്തു? ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. തന്റെ കൂട്ടുകാരികളൊക്കെ എഴുതിന്റെ ബർത്ത്ഡേ അല്ലേ, നിന്റെ ഇച്ഛാൻ എന്ത് മേടിച്ചു തരും? അപ്പൊ ഭർത്താവ് ഭാര്യ പറയുകയാണ്, എന്റെ ഇച്ഛാൻ കാശുള്ളതുകൊണ്ട് ചിലപ്പോ മാലയോ നെക്ലസോ ഗോൾഡോ വണ്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബർത്ത്ഡേ കഴിഞ്ഞ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ലൊരു പട്ടുസാരി മേടിച്ചുള്ള വീട്ടിലോട്ട് കയറി വന്നായി. ഈ പട്ടുസാരി കണ്ടതോടുകൂടി ഇവളുടെ ഗ്യാസ് എന്ത് ചെയ്തു? പോയി. കാരണം ഇപ്പൊ പ്രതീക്ഷിച്ചാൽ നല്ലൊരു മാല റിങ് എന്റെ ഭർത്താവിന് പൈസ ഉള്ളൂ. പക്ഷെ ഇതിന് എനിക്കിപ്പോ പട്ടുസാരി മേടിക്കാനുള്ള പൈസ നിങ്ങളെ ഉള്ളൂ. ആരോഗ്യ ഭാര്യ അല്ല, പിന്നെ പട്ടുസാരി. അപ്പൊ ഇത് പറയുന്ന ആരോടെന്ന് അറിയാമോ? കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാം, ആ പുള്ളിക്കാരൻ നമുക്ക് പട്ടുസാരി ആയി കൊണ്ട് തന്നെ. അപ്പൊ കൂട്ടുകാരി പറയുക, നീ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. ആരെ? കൂട്ടുകാരി എവിടെ കയറുന്ന അറിയാമോ? ഇവരുടെ കുടുംബത്തിനകത്ത് കയറി വിശാൽ വരുന്ന വഴിയാ പറയുന്നത് കേട്ടോ. ഒരാൾ വന്ന് വേറൊരാൾക്ക് ഒരു കാര്യം പറയുമ്പോൾ ചിന്തിക്കണം, ഇത് വിശാലാണോ പറയുന്നത്, ദൈവമാണോ പറയുന്നത്? നമ്മളെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അറിയുന്നത്. അപ്പൊ ഈ കൂട്ടുകാരി പറയാണ്, പുള്ളി രാവിലെ ചായ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ്? കണക്ക് കാണിക്കാൻ കൊടുക്കണ്ട. ഉച്ചയ്ക്ക് പുള്ളി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യാം? കൊടുക്കണ്ട. വൈകുന്നേരം പുള്ളി വരുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്ക് ചായ കൊടുക്കണോ? അത് കൊടുക്കണ്ട. ഒരു 2-3 ദിവസം നീ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ പുള്ളി പട്ടുസാരി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ബോർഡ് മേടിച്ചോണ്ട് ഇതാരാ പുള്ളി പറഞ്ഞു കൊടുത്തേ? ആരാ പറഞ്ഞു കൊടുത്തേ? വിശാലല്ലേ? അവളുടെ കൂട്ടുകാരി, ഈ സ്ത്രീയുടെ കൂട്ടുകാരി. 4-ാം ദിവസം ഭർത്താവ് ഒന്ന് തിരിഞ്ഞു. ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞു. തന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. താൻ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴേ അത് പറഞ്ഞിങ്ങനെ തനിക്ക് ചായ കൊണ്ട് ഭാര്യ തരുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാണ്, പുറത്ത് പോകുമ്പോൾ ചായ ചെയ്യും, കുടിച്ചിട്ട് ജോലിക്കാൻ പോകും. ഉച്ചയ്ക്ക് വീട്ടിൽ വരുന്ന പുള്ളി വീട്ടിൽ വരുന്ന നിർത്തി ഹോട്ടലിൽ കഴിച്ചു. വൈകിട്ട് ചായ കുടിച്ചിട്ട് എവിടെ വന്നു? ഈ ഒരു പ്രക്രിയ സൃഷ്ടിച്ചതാര? ഭാര്യ. തന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ഭാര്യയില്ലേ? കൂട്ടുകാരുടെ വാക്ക് എടുത്ത് ചെയ്തല്ലേ? അവസാനം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ആര് വിളിച്ചു? ഇവിടെ കൂട്ടുകാരെ വിളിച്ചിട്ട് കൂട്ടുകാരെ എന്ത് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല. ഹലോ കേട്ടോ, 1 മാസമായിട്ട് വിളിക്കുക, കൂട്ടുകാരെ എത്തിയില്ല. നീ അവള് പറഞ്ഞു തരണം ഇത് എങ്ങനെ സോൾവ് ചെയ്യണോ? ഒരു കുടുംബത്തിനകത്തെ ഒരു പ്രശ്നം 3ാമതൊരാൾക്ക് ഇടം കൊടുത്താൽ നമ്മുടെ കുടുംബജീവിതം പിശാചിനാൽ പിടിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മൾ പറഞ്ഞു വന്നിരിക്കുകയാണ്, നമ്മുടെ ആഗ്രഹം അല്ല, നമ്മളെ അടിമയല്ല കേട്ടോ. നമ്മളെ അല്ല, അടിമയല്ല. ഞങ്ങൾ വന്നപ്പോ 50 പവൻ സ്വർണവും കാറും ഒക്കെ കൊണ്ടാണ് വന്നത്. ഞങ്ങൾ വഴിയൊന്നും കയറി വന്നവരൊന്നും അല്ല. ഞങ്ങൾ അപ്പം ഇത്ര സ്വത്തുണ്ടായിരുന്നു, ആ സ്വത്തിന്റെ വീതം കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വെറുതെ കയറി വന്നൊന്നും അല്ല, ഞങ്ങൾ ഇതിന്റെ അടിമയും അല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി അത് പറയരുത്. ആമേൻ. ലോകത്തിലെ വശീകരണ വാക്കുകളിൽ തലമുറ കുടുങ്ങി പോകരുതെന്ന് മാതാപിതാക്കൾ മക്കളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അമ്മ ഈ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും ആർക്കും മക്കൾക്ക് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ അമ്മ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് മാറി ഈ സ്ത്രീക്ക് ഭർത്താവിന് കുടുംബത്തിനകത്ത് ഒരു പേരുണ്ട്. എന്താ അറിയാമോ? ഭാര്യ എന്ന് പറയുന്ന ആൾക്ക് റോമൻ പേരുണ്ട് ബൈബിളിൽ. ഉത്തമയായ കേട്ടോ, ആർക്ക് കിട്ടും? ഉത്തമയായ സ്ത്രീയെ, ഭാര്യയെ, ആരെയ സാമർഥ്യമുള്ള സ്ത്രീ ആർക്ക് കിട്ടും? എത്ര ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പറയാൻ പറ്റും
സാമർത്ഥ്യമുള്ള ഭർത്താവിനെ ആ ഭാര്യയെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാതെ? നമ്മൾ കാണുന്നത് മൊത്തം മഞ്ഞ കളറില്ല. കാരണം എന്താ? അവര് മഞ്ഞയാണോ? നമ്മളെ കാണാൻ മഞ്ഞ. ഹലോ, ഞാൻ കാണുന്നത് മൊത്തം മഞ്ഞ കണ്ണില്ല. അതിനർത്ഥം എന്റെ ഫ്രണ്ട് നിൽക്കുന്നവരുടെ മഞ്ഞയാണോ? അല്ലെന്നേ. എത്ര നല്ലതിനെ കൊടുത്താലും ഞാൻ എന്താ പറഞ്ഞില്ല, ഒരു കുറ്റം അതിനകത്തൊന്നും കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ? ഉത്തമയായ സാമർത്ഥ്യമുള്ള സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനെ കാണുവാൻ കഴിയാത്തത്. സാമർത്ഥ്യമുള്ള ഉത്തമയായ സ്ത്രീ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ പോയിന്റാണ്. കുടുംബത്തെ പറ്റി പറയുന്നത് മക്കളിലേക്ക് എത്തുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സ്ത്രീ കുടുംബത്തിലുണ്ടെങ്കിൽ, ഉത്തമയായ സ്ത്രീ അല്ലെങ്കിൽ സാമർത്ഥ്യമുള്ള സ്ത്രീ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇതിന് ലോകപ്രകാരം പറയുന്ന വാക്കാണ് സ്ത്രീ ഉരുമ്പെട്ടാൽ. ഉരുമ്പെട്ടാൽ കേട്ടോ? എന്താ? അവള് ഉരുമ്പെട്ട് ഇറങ്ങിയാൽ ഈ കുടുംബത്തിന്റെ കാര്യം അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ നാട്ടുഭാഷ. എന്താണ് ഉത്തമയായ സ്ത്രീയുടെ, സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയാമോ? പോയിന്റുകളായിട്ട് പറയാമോ? സാമർത്ഥ്യമുള്ള സ്ത്രീ ആണെങ്കിൽ ആ കുടുംബത്തിനകത്ത് ആ സ്ത്രീ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റുകളൊന്ന് പറയാമോ? സ്നേഹമുള്ളതായിരിക്കും, ഐക്യത ഉണ്ടാവും, താഴ്മ ഉണ്ടാകും, വിനയം ഉണ്ടാകും. ഇതൊക്കെ പറയുന്ന ആരെ കുറിച്ചാണ് അറിയാമോ? അപ്പുറത്തുള്ളവരെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയുന്നത്, നമ്മളെ കുറിച്ച് പറയുന്നത്, അപ്പുറത്തുള്ളവരെ കുറിച്ച് നേരത്തെ പറയാം. ഇപ്പൊ നമ്മൾ ഉത്തമയായ ചേർത്ത് നമ്മളാണല്ലോ അല്ലേ? സാമൂഹിക സ്ത്രീയാണ് ഒക്കെ മുസ്ലിമുള്ളൂ, പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഉത്തമയായ സ്ത്രീ തന്റെ കുടുംബം നോക്കുന്ന സ്ത്രീ ആയിരിക്കും. എന്ന് വെച്ചാൽ ഭർത്താവിനെ ഭരിക്കുന്നതെന്നാണോ? കുടുംബകാര്യങ്ങളിൽ സമർത്ഥയായിരിക്കും ഉത്തമയായ സ്ത്രീ. കുടുംബകാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. നിങ്ങളൊക്കെ കുടുംബം നോക്കുന്നവരാണല്ലോ. പറഞ്ഞേ, വേഗത്തിൽ പറഞ്ഞേ. എന്തൊക്കെയാ കുടുംബകാര്യങ്ങൾ? നന്നാ രാവിലെ എഴുന്നേൽക്ക, ഭക്ഷണം ഉണ്ടാക്കി തരിക. ഞങ്ങൾ സമരം ചെയ്യുക ഇതൊക്കെ കിട്ടാൻ. നന്നാ രാവിലെ എഴുന്നേക്കണം, ഭക്ഷണം ഉണ്ടാക്കി തരണം. ഇപ്പൊ നമ്മളെന്ത് സമരം ചെയ്യാം വീട്ടില്? സാമർത്ഥ്യമുള്ള സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ കുടുംബകാര്യങ്ങളാണ്. നന്നായി രാവിലെ എഴുന്നേക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ പാചക കാര്യങ്ങൾ നോക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല. പിന്നെ അതിനകത്ത് എന്തൊക്കെ വരും? ഉപയോഗം പോരുന്നത് വരും, മക്കളെ കുളിപ്പിക്കുന്നത് വരും, അമ്മൂര് ചോറുണ്ടാക്കുന്നത് വരും, അതുകൊണ്ട് അച്ഛകറി ഉണ്ടാക്കുന്നത് വരും, പിന്നെ നൂട്ടലൊക്കെ ചപ്പാത്തി പുറക്കുന്നത് വരും. ഇതെല്ലാം എന്ത് ചെയ്യും? അമ്മയുടെ പണിക്കകത്ത് വരും. ഉത്തമയായ സ്ത്രീ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ, ഒരു 90 വയസ്സുള്ള പ്രായമായ വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം വരെ കൃത്യമായി നോക്കുന്നവരായിരിക്കും അല്ലേ? അതെ. അതിനകത്ത് ഞാൻ ചെയ്തത് കൂടിപ്പോയതൊരു പരാതി ഉണ്ടാവില്ല, കുറ്റം പറയാനുണ്ടാവില്ല. എന്ത് കുറ്റം? ഞാൻ രാവിലെ തൊട്ടേ വെള്ളം കോരുക, ഈ പ്രധാനങ്ങൾക്ക് വെള്ളം കോരി നടുവ് ഒടിഞ്ഞെന്ന് പറയത്തില്ല. പറയോ? ഇല്ല. പണി ചെയ്തത് കണക്ക് പറയോ? ഞാൻ പറയുന്നുണ്ട് ഇന്ന് തിരുത്തി പോണം. ഞാൻ ചെയ്യുന്ന പണി ഇതുവരെ തോരനായിരിക്കും. ഞാൻ എന്ത് ചെയ്തു? തോരനായിരിക്കും. ഇനി സാമ്പാർ ആര് വെക്കണം? നാത്തും വെക്കണം, ചോറാര് വെക്കണം, അമ്മ വെക്കണം. ഇതൊക്കെ ഒരു നമുക്കൊരു സിസ്റ്റമാണ്. അടുക്കളക്കകത്ത് ഒരു മെനുവാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ആരൊക്കെ ചെയ്യണം? ഓരോരുത്തരും ചെയ്യണം. അപ്പൊ ഉത്തമയായ സ്ത്രീ, സാമർത്ഥ്യമുള്ള സ്ത്രീ ആണെങ്കിൽ വീടിനകത്ത് പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തേക്ക് പോകില്ല. ഞാൻ ഉത്തമനാണെങ്കിൽ ഞാൻ എന്റെ പ്രശ്നം ഞാൻ തന്നെ തീർക്കും എന്ന് വെച്ചാൽ എന്താ? നമ്മളെല്ലാവരും ഉത്തമ സ്ത്രീയും പിന്നെ ആരാവണം? സാമർത്ഥ്യമുള്ള സ്ത്രീയായിരിക്കും. സാമർത്ഥ്യമുള്ള വേണം. എനിക്കിതെല്ലാം ചെയ്യാറിയാം, പക്ഷെ ഞാൻ ചെയ്യില്ല. തോരൻ വെക്കാൻ, മീൻ വെക്കാൻ, ഇതൊക്കെ മിനിറ്റുകൾ കൊണ്ട് ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വന്ന ഒരു കാര്യം ഞാൻ ചെയ്യും. അതല്ല സാമർത്ഥ്യമുള്ള സ്ത്രീ. അല്ലെങ്കിൽ ആ വീട്ടിലെ പണി വീതിച്ചു കൊടുക്കുന്ന സാമർത്ഥ്യമല്ല കേട്ടോ. അലക്കുന്ന ഒരാള്, പാത്രം കഴുകുന്ന ഒരാള്, ഇതൊക്കെ എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല എല്ലാവരെയും കൊണ്ട് പണി എടുപ്പിക്കാൻ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ സാമർത്ഥ്യം എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത്
തന്റെ കുടുംബം നോക്കുന്ന സ്ത്രീ ആയിരിക്കണം. ഒന്ന്, കീഴ്പ്പെട്ടിരിക്കണം. ആർക്ക് കീഴ്പ്പെട്ടിരിക്കണം? തന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. മക്കൾക്ക് കീഴ്പ്പെടണോ? വേണ്ട. രണ്ട്, സ്നേഹത്തോടെയുള്ള ഇടപെടൽ സാമർഥ്യമുള്ള സ്ത്രീയിൽ നിന്നുണ്ടാകും. ഈ ചായ ചോദിച്ചാൽ ആ ഒറ്റ കേൾക്കുമ്പോഴേ പുള്ളിക്കാരൻ വിചാരിക്കും നാളെ പോയി ചായ കുടിച്ചേക്കാം. വെറുതെ വീട്ടിൽ പ്രശ്നം തീരുന്ന ഞങ്ങൾ ചായ കുടിച്ച് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ എന്ത് ചെയ്യും? ഉത്തമയായ സ്ത്രീകൾ അവർക്ക് തരത്തിൽ ഉത്തമ ബോധി ആർക്കുണ്ട്? അമ്മക്കൊണ്ട്. അത് നമ്മളെ പ്രശ്നമില്ലാതിരിക്കുന്ന ആരും ചായ കുടിച്ചിട്ട്. പിന്നെ കരുതലോടെ. എന്താ കരുതൽ? തന്റെ മക്കളോടുള്ള കരുതൽ. ഇതിലൂടെ തന്റെ മക്കളെ കരുതുന്ന ഒരു മാതാവിന്റെ ഏതൊക്കെ തലമുണ്ടോ? ചെറുടെ ചെറുപ്പമാതിരി ഇരിക്കുക ലക്ഷ്മി അമ്മൊക്കെ. വീട്ടിലെ പണിയെടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കാര്യം സാധിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എത്ര വലിയ പണിയാണെങ്കിലും 5 മിനിറ്റ് സമയം കണ്ടെത്തി കുഞ്ഞുങ്ങളെ വൃത്തിയാക്കൂലേ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് മുള്ളി അവിടെ ഇരുന്ന് കളിക്കുവോ? നിങ്ങൾ അതിനകത്ത് ഇരുന്നോട് നോക്കുവോ? ഇല്ല. ഒരു കരുതലുണ്ട് മക്കളോട്. ഇനി കുടുംബത്തിന്റെ സാമ്പത്തികത്തിനകത്ത് ഒരു കരുതലുണ്ട്. ആർക്ക്? തന്റെ മക്കൾക്ക് വേണ്ടി ഉള്ളത് നാളെ ഉണ്ടോ എന്നൊരു കരുതല് സ്ത്രീക്കുണ്ട്. ഉത്തമയായ സ്ത്രീ ആണെങ്കിൽ നാളെ എന്നുള്ള കാര്യം എപ്പോഴും ഭർത്താവിനോട് പറഞ്ഞിരിക്കും. അല്ലേ? കാര്യകാരിയല്ല. നാളെ കല്യാണമുണ്ട്, അടുത്ത മാസം കല്യാണമുണ്ട്, അതിനൊരു പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ മറക്കാതെ എന്ത് ചെയ്യും? കാര്യകാര്യം അതല്ല, ആ കരുതൽ പറഞ്ഞേ. പിന്നെ വാത്സല്യത്തോടെ ഉത്തമയായ സ്ത്രീ ആണെങ്കിൽ ഇത് മാത്രം പറയാനുള്ള സമയമുള്ളൂ, സമയം തീർന്നിരിക്കുകയാണ്. ഉത്തമയായ സ്ത്രീ ആണെങ്കിൽ ഇതായിരിക്കും നമുക്ക് വാത്സല്യം ഉണ്ടാവും. വാത്സല്യം എവിടെ വരണം? മക്കളോട് വാത്സല്യം കാണിക്കണം. പിന്നെ ആരോട് കാണിക്കണം അറിയാമോ? മരുമക്കളോട് വാത്സല്യം കാണിക്കണം, കൊച്ചുമക്കളോട് വാത്സല്യം കാണിക്കണം. ഞാൻ പറയാനേ അത് പറയാൻ എല്ലാം നമ്മളെ മാത്രമേ ഭർത്താവിനോട് വാത്സല്യം കാണിക്കണം. കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ഞാൻ മതിയാറില്ല, അങ്ങനെ ഒരു വാത്സല്യമൊന്നും കാണിക്കാറില്ല. അപ്പോ പിള്ളേരൊക്കെ വലുതായി ഇങ്ങനെ അത് വിശാലം കൊടുക്കുന്ന പരിപാടിയാണോ? അത് മനസ്സിലാക്കണോ? ഞാൻ അങ്ങനെ ഔട്ട്ലൈൻ കൊണ്ടു പോവാ. മക്കളായിക്കോട്ടെ, കൊച്ചുമക്കളായിക്കോട്ടെ, തലമുറകളായിക്കോട്ടെ, വാത്സല്യം കാണിക്കേണ്ടത് ഭാര്യ ഭർത്താവും വാത്സല്യം കാണിക്കണം. സ്നേഹം കാണിക്കേണ്ടത് ഭാര്യ ഭർത്താവും കാണിക്കണം. ചിലര് പറയും പ്രായമൊക്കെ ആയിരിക്കും ഈ വാത്സല്യം എന്നെ കാണിക്കണം, എന്താ വാത്സല്യം കാണിക്കണം, കാണുന്നവരെ വാത്സല്യം കാണിക്കണം. ആ വാത്സല്യത്തിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞു പോവുകയാണ്. പിന്നെ പരിപാലനം. എന്താ പരിപാലനം? പരിപാലനം എന്ന് പറഞ്ഞു മാതാവ് പരിപാലിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? അത് ചോദിക്കുന്നതിന് മുമ്പേ ചെയ്യുന്നത്. അതാണ് നല്ല പരിപാലനം അല്ലേ? എന്റെ കുഞ്ഞ് കീറി ഉടുപ്പാണ് ഇടുന്നതെന്ന് അവൻ വന്ന് കംപ്ലൈന്റ് പറയുന്നതിന് മുമ്പേ അവന്റെ ഉടുപ്പും കാലൊക്കെ വരും പുതിയത് അല്ലേ? അപ്പോൾ നന്നായിട്ട് അവിടെ കൊച്ചിനെ നോക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് വേണ്ടി എന്ത് ചെയ്യാം? കൈന്ന് പറഞ്ഞാല് പിള്ളേർക്ക് വേണ്ടി ചാവുക ചേർന്നു. അത് പരിപാലനത്തിന്റെ ഒരു പുറമൊഴിയാണ്. അപ്പൊ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഉത്തമയായ സ്ത്രീക്ക് പരിപാലനം ഉണ്ടായിരിക്കണം. മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഇടപെടലുകളിലുള്ള വാത്സല്യം പ്രകടമാക്കി കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജാഗരിക്കണം. എന്താ ജാഗരിക്കണം എന്ന് പറഞ്ഞാൽ? ജാഗരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. നമുക്കങ്ങനെ അറിയുള്ളൂ. ജാഗരിക്കണം എന്ന് പറഞ്ഞാൽ ക്ലാസ് ജാഗരിക്കാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും, പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ രാമേല്ലാതെ കാര്യങ്ങൾ വെച്ച് പറഞ്ഞേ, എല്ലാവരും കാര്യങ്ങൾ വെച്ച് രാമൻ പറഞ്ഞേ, പറയാനാ പറഞ്ഞേ. എല്ലാവരും കാര്യങ്ങൾ വെച്ച് രാമൻ പറഞ്ഞേ. ഇപ്പൊ ഞാൻ 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടാ പറഞ്ഞേ. അല്ലെങ്കിൽ അല്ലേലില്ല എന്ന് പറയുന്നത് 10 പേരുകളാണ്. കളിയാക്കി പറഞ്ഞില്ല, നമ്മൾ ആരും കളിയാക്കാറില്ല. നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങാതിരിക്കാനും നിങ്ങൾ പെട്ടെന്ന് എന്റെ കൂടെ വരാൻ വേണ്ടിയൊക്കെ അങ്ങനെ പറയുന്നുള്ളൂ. നമ്മൾ അറിയാവുന്നതല്ലേ, കാര്യം കളിയാക്കുന്നല്ലോ. ആമേൻ പറയാൻ പറയുമ്പോ അല്ലേലിയ പറയും, സ്തോത്രം പറയാൻ പറയുമ്പോ അല്ലേലിയ പറയും. എന്നാ പറഞ്ഞാലും നമ്മൾ പറയുന്നത്
പറയാൻ പറഞ്ഞ പറയത്തില്ല. അപ്പൊ ഞാൻ നോക്കി ആമയും പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേര് അല്ലെങ്കിൽ പറയുന്നു നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കെന്താ? ജാഗരിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ വചനം ജാഗരിക്കണം. എന്താ വചനം അർത്ഥം? വചനം കൈ പിടിച്ചുകൊണ്ട് വചനം കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നോ? എന്താ ജാഗരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം? വചനം വായിച്ച് അത് വിചിന്തനം ചെയ്യണം, ഹൃദയത്തിനകത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് എങ്ങനെ എഴുതപ്പെട്ടു, അതിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യണം. അവർ ഉത്തമയായ സ്ത്രീയാണെങ്കിൽ തന്റെ കുടുംബത്തെ ഓർത്ത് ഏതൊക്കെ മൂലകളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, മക്കളുടെ കുടുംബജീവിതത്തിൽ, കൊച്ചുമക്കൾ പഠിക്കുന്നതിൽ, അവരുടെ പോക്കിൽ, അവരുടെ വരവിൽ, അവരുടെ ഭർത്താവിന്റെ ജോലി കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് പിശാചി എവിടെയെങ്കിലും ഒന്ന് നോട്ടം വെച്ചെന്ന് അറിഞ്ഞാൽ ആരറിയണം? ഉത്തമയായ ഭാര്യ അറിയണം. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഇതിൽ എത്ര കോളേജ് നമ്മളിലുണ്ട്? എല്ലാ കോളേജും മാത്രമുള്ള കാര്യം പറഞ്ഞ് കുറച്ചൊക്കെ നമ്മളിലുണ്ട്. സകല നന്മയിലും നമ്മൾ മറക്കരുതാത്തൊരു കാര്യം, ഉത്തമയായ സ്ത്രീ മറക്കരുതാത്തൊരു കാര്യമാണ്. സകല നന്മയിലും ദൈവത്തില് പ്രീതിപ്പെടുത്തണം. എന്ത് ചെയ്യണം? സകല നന്മയിലും. ഒരു വീട്ടിൽ ഒരു അനുഗ്രഹം ഉണ്ടായാൽ മക്കളോട് പറഞ്ഞ്, മരുമക്കളോട് പറഞ്ഞ്, കൊച്ചുമക്കളോട് പറഞ്ഞ്, ഞാനിപ്പോ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിള്ളേരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്തു അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുക. നാളെ നീ ചെയ്യണം ചെയ്യണം. അത് നല്ലൊരു ടീച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനത് കണ്ടു. ആമേൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ജാഗരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കുവാൻ മക്കളെ പഠിപ്പിക്കണം. അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യിപ്പിക്കാനും നമ്മൾ പിള്ളേരെ ചെയ്യണം, ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. ഉത്തമ സ്ത്രീയുടെ ഒരു പോയിന്റ് ആണ്. പിന്നെ ദൈവദാസന്മാരെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ, നമ്മുടെ ഭർത്താവിനെ തന്നെ നോക്കാൻ എന്തില്ല, നേരമില്ല. അപ്പോഴാണ് ദൈവദാസനെ കൂടെ നോക്കണമെന്ന് പറയുന്നത്. അങ്ങനല്ല, ദൈവദാസന്മാരെ കരുതേണ്ടത് എങ്ങനെയാണെന്ന് തലമുറകളെ പഠിപ്പിക്കണം. അതാ പറഞ്ഞത്. ഉത്തമയായ സ്ത്രീ തന്റെ കുടുംബത്തിനകത്ത് സ്ത്രീയാണ് തന്റെ മക്കളെ അത് പഠിപ്പിക്കേണ്ടത്. പിന്നെ അതിഥി സൽക്കാരം എന്ത് ചെയ്യണം? അതിഥി സൽക്കാരം ആഗ്രഹിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെയ്യാൻ തന്റെ മരുമക്കളെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഒരു അതിഥി വന്നാൽ, സഭയിൽ വന്നാൽ, പുറത്തു നിന്ന് വന്നാൽ ആരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആര് പഠിക്കണം? ഒരു അമ്മ, ഒരു മാതാവ്, ഒരു അമ്മൂമ്മ എന്ത് ചെയ്യണം? തന്റെ തലമുറ താഴോട്ട് പഠിപ്പിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഉത്തമ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയ്ക്ക് ആകുവാൻ കഴിയും. അവിടെ നമ്മൾ നിർത്തുവാണ്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇതൊരു 3 ഭാഗങ്ങളെ ആ സബ്ജക്റ്റിലേക്ക് ഇത് പറയാനുള്ളത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ത്രീകളുടെ പോയിന്റ്സ്, റോൾസിലേക്ക് നമ്മൾ കയറും. അവർക്ക് അധ്യാപിക, സംരക്ഷക, പരിപാലക, ശിക്ഷകർത്താവ്, സ്നേഹദാതാവ്, ഇങ്ങനെയുള്ള റോളുകളൊക്കെ ആകുന്നുണ്ട്, അമ്മയ്ക്കുണ്ട്. അപ്പൊ അത് നമ്മൾ 1, 2, 3 മുതൽ നമ്മൾ പഠിക്കും. അടുത്ത ആഴ്ച നമ്മൾ അധ്യാപിക എന്നുള്ള സബ്ജക്റ്റാണ് പഠിക്കുന്നത്.